നമ്മുടെ മധ്യമേഖലാ സെക്രട്ടറി VN മനോജ് 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ 31,000-ലധികം വോട്ടുകൾ നേടി കാഞ്ഞിരപ്പള്ളിക്കാരൻ്റെ അത് കണ്ണിലുണ്ണിയായ ഇതിനു മുമ്പ് 20 വർഷത്തോളം വാഴൂർ പഞ്ചായത്ത് മെമ്പറായിരുന്ന പ്രിയങ്കരനായ മനോജിനെ സ്വാഗതം ചെയ്യുന്നു. അതിനുപരി നമ്മുടെ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അനിൽ കെ ആന്റണി കാഞ്ഞിരപ്പള്ളിയിൽ വന്നിട്ട് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വന്നിട്ട് 1.5 മാസത്തോളമേ ആവുന്നുള്ളൂ. പക്ഷേ ഇതിനോടകം ഈ നാട്ടിലെ ജനങ്ങളെ അദ്ദേഹത്തെ തങ്ങളുടെ കണ്ണിലുണ്ണിയായിട്ട് കാണുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾ അനിൽ കെ ആന്റണിയെ തങ്ങളുടെ നെഞ്ഞോട് ചേർത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അദ്ദേഹം ഇവിടെ വിശദീകരിക്കും, ഇനിയും വരും. ഇവിടെ എഞ്ചിനീയറിംഗ് ബിരുദം, ഉന്നതമായ രീതിയിൽ എഞ്ചിനീയറിംഗ് ബിരുദം കരസ്ഥമാക്കി അമേരിക്കയിൽ ചെന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം നേടി അതിനുശേഷം വിവിധ കമ്പനികൾക്ക് തൻ്റെ വിദഗ്ധോപദേശം കൊടുക്കുന്ന വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് തൻ്റെ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തി, അതാണ് അനിൽ കെ ആന്റണി. ആ അനിൽ കെ ആന്റണി ഇവിടെ നിന്ന് MP ആകണം. എങ്കിൽ മാത്രമേ നമുക്ക് വളരെയേറെ വികസനങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാം, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പ്രകാരം 80 കോടി ഇന്ത്യക്കാർക്കാണ് നമ്മൾ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 3 കോടിയിലധികം പാവപ്പെട്ടവർക്ക് വീട് നൽകി. ജൽ ജീവൻ മിഷൻ മതി 11.8 കോടിയിലധികം കുടുംബങ്ങൾക്ക് പൈപ്പ് വഴിയുള്ള കുടിവെള്ള കണക്ഷൻ നടത്തി. രാജ്യത്തെ 100% വീടുകളും വൈദ്യുതീകരിച്ചു. 48.3 കോടി ജൻധൻ അക്കൗണ്ടുകൾ തുറന്നു. നരേന്ദ്രമോദി ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ ഈ പ്രദേശത്ത് നമുക്ക് യാഥാർത്ഥ്യമാക്കണ്ടേ? ഈ പ്രദേശത്ത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ അനിൽ കെ ആന്റണി വരണം. ഇപ്പോൾ ആന്റണി അവിടെ കുറച്ച് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ അല്ല. ഇവിടെ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായി കൈവെക്കുന്ന നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള ഒരു മെമ്പറെയാണ് നമുക്ക് ആവശ്യം. ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാകാൻ സാധ്യതയുള്ള, മന്ത്രിയാകുന്ന ഉറപ്പുള്ള നമ്മുടെ അനിൽ കെ ആന്റണിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമുക്ക് ഇന്ത്യയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ 72 എയർപോർട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 149 എയർപോർട്ടാണ്. 150ാമത്തെ എയർപോർട്ട് നമ്മുടെ എരുമേലിയിൽ വരണം. അതിന് അനിൽ കെ ആന്റണി വിജയിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. 1999 നമ്മുടെ പ്രിയങ്കരനായിരുന്ന വാജ്പേയി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ നാട്ടിൽ ശബരി റെയിൽവേക്ക് രൂപഭാവം വരുത്തുന്നത്. ഇതുവരെ യാഥാർത്ഥ്യമാക്കിയിട്ടില്ല. ആ ശബരി റെയിൽവേ യാഥാർത്ഥ്യമാകണമെങ്കിൽ അനിൽ കെ ആന്റണി ഇവിടെ നിന്ന് വിജയിക്കണം. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഭാരതത്തിൽ 7 എയിംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 21 എയിംസ് ആയി മാറിയിരിക്കുന്നു. ഒരു 25ാമത്തെ എയിംസ് നമ്മുടെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ കൊണ്ടുവരണമെങ്കിൽ അനിൽ കെ ആന്റണി ഇവിടുന്ന് വിജയിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ അതിന് കഴിവും പ്രാപ്തിയുമുള്ള, ആക്കവും തൂക്കവുമുള്ള നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നമ്മുടെ നേതാക്കന്മാരായ PD രവീന്ദ്രൻ നമ്മുടെ മേഖലാ ട്രഷററാണ്. പ്രദീപ് കുമാർ അയിരൂർ നമ്മുടെ പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ബിനുമോൻ കെ പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. നമ്മുടെ പ്രിയങ്കരിയായ മിനർവ മോഹൻ കഴിഞ്ഞ പ്രാവശ്യം കോട്ടയത്തെ സ്ഥാനാർത്ഥിയായിരുന്നു, ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ ഷൈൻ ജി കുറുപ്പ് BJPയുടെ ജില്ലാ സെക്രട്ടറിയാണ്. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം അഖിൽ രവീന്ദ്രൻ, നമ്മുടെ പൂഞ്ഞാർ അസംബ്ലിയുടെ ഇൻചാർജായിട്ടുള്ള അഖിൽ രവീന്ദ്രൻ ഇവിടെയുണ്ട്. KR സോജി, നമ്മുടെ കാഞ്ഞിരപ്പള്ളി അസംബ്ലിയുടെ ഇൻചാർജായിട്ടുള്ള KR സോജിയുണ്ട്. ഗംഗാധരൻ KP ഉണ്ട്. സുജൻ MT ഉണ്ട്. TB ബിനുമോൻ, നമ്മുടെ വാഴൂർ TB ബിനു വാഴൂർ മണ്ഡലം പ്രസിഡന്റാണ്, അദ്ദേഹം ഇവിടെയുണ്ട്. അതിലൊക്കെ ഉപരി KV നാരായണൻ നമ്പൂതിരി, നമ്മുടെ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ്, ശക്തമായി കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന KV നാരായണൻ ഇവിടെയുണ്ട്. അതിലുപരി മുണ്ടക്കയത്തൊരു മാറ്റമുണ്ടാക്കിയ, ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു മാറ്റമുണ്ടാക്കിയ റോയി ചാക്കോ, നമ്മുടെ മുണ്ടക്കയ മണ്ഡലം പ്രസിഡന്റ് ഇവിടെയുണ്ട്. അതുപോലെ രാജേഷ് കുമാർ P മണ്ഡലം പ്രസിഡന്റ് പൂഞ്ഞാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സന്തോഷ് കുമാർ മണ്ഡലം പ്രസിഡന്റ് റാന്നി എത്തിയിട്ടുണ്ട്. സിനു S പണിക്കർ മണ്ഡലം പ്രസിഡന്റ് അയിരൂർ എത്തിയിട്ടുണ്ട്. മഞ്ജു ബിജു, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ബിജു ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ KK വിപിനചന്ദ്രൻ
BJP സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം കണ്ണൻ KG കണ്ണനുണ്ട്. VC അജി, നേരത്തെ പൂഞ്ഞാർ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന VC അജി ഇവിടെ എത്തിയിട്ടുണ്ട്. അനോജ് കുമാർ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ ഉണ്ട്. അതുപോലെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന്റെ പ്രിയങ്കരിയായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, നമുക്കൊക്കെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ ഒരു മെമ്പർ സ്വപ്നം കാണാൻ സാധിക്കുകയില്ലായിരുന്നു. ഇന്ന് 2 പഞ്ചായത്ത് മെമ്പർമാർ BJPക്ക് ഇവിടെയുണ്ട്. അതിൽ നമ്മുടെ തമ്പലക്കാടെ പ്രതിനിധീകരിക്കുന്ന അമ്പിളി ഉണ്ണികൃഷ്ണനുണ്ട്. കാഞ്ഞിരപ്പള്ളിയിലെ വിഴിക്കത്തോടിനെ പ്രതിനിധീകരിക്കുന്ന സിന്ധു സോമനുണ്ട്. മനു പി BDJSന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഉണ്ട്. അജിത് പുല്ലാട്ടുണ്ട്. രോഹിത് രാജുണ്ട്. ബിനു ദേവുണ്ട്. ജോയ് സക്രിയ ഉണ്ട്. ജോസഫ് T ജോസഫ്, സകല പോലീസുമാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള പോലീസുകാർ ഇവിടെയുണ്ട്. അവരെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കടമയിൽ നിന്ന് പിന്മാറുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. ആമുഖ പ്രഭാഷണത്തിനായിട്ട് നമ്മുടെ BJPയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രമീള ദേവി ടീച്ചറിനെ വളരെയധികം സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VA സൂരജ്, പ്രിയങ്കരനായ സ്ഥാനാർത്ഥി, വേദിയിൽ ഉപവിഷ്ടരായ സർവാദരണീയരായ BJPയുടെ നേതാക്കളെ, സദസ്സിലെത്തിച്ചേർന്നിരിക്കുന്ന ഈ പാർട്ടിയുടെ നെടുംതൂണുകളായ എൻ്റെ സഹപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വമായ നമസ്കാരം. 18ാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഈ സന്ദർഭത്തിൽ നാം ഓരോരുത്തരും ഇവിടെ കൂടിയിരിക്കുന്നത് ഭാരതത്തിൻ്റെ സമാരാധ്യനായ പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ജിക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുന്നതിന് വേണ്ടിയാണ്. ഈ വലിയ സമ്മേളന നഗരിയിൽ എത്തിയിരിക്കുന്ന എല്ലാവരും തന്നെ ദേശീയ ധാരയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരും നേഷൻ ഫേസ്റ്റ്, രാജ്യമാണ് ഒന്നാമത് എന്ന് വിശ്വസിക്കുന്നവരുമാണ്. അതൊരു നിർണായകമായ വിശ്വാസം തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇതര മുന്നണികളിൽപ്പെട്ടവരാരും തന്നെ നേഷൻ ഫേസ്റ്റ്, രാജ്യം ഒന്നാമത് എന്ന് വിശ്വസിക്കുന്നില്ല. അവരിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം കുടുംബം ഒന്നാമത്, മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്തുടരുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ ഒന്നാമത്, മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിനിഷ്ഠമായ താല്പര്യങ്ങൾ ഒന്നാമത്, ചിലരെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ലാഭങ്ങൾ ഒന്നാമത്. ഇവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം വ്യത്യസ്തമായിരിക്കുന്നത്. നാമൊക്കെ വ്യത്യസ്ത തലങ്ങളിലുള്ളവരായിരിക്കാം. ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും പ്രവർത്തകർ വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത ജീവിത പശ്ചാത്തലങ്ങൾ ഒക്കെ ഉള്ളവരായിരിക്കാം. പക്ഷെ നമ്മെ യോജിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. അത് നാം ഒക്കെ ഹൃദയത്തിൽ തൊട്ട് വിശ്വസിക്കുന്നു, രാജ്യം ഒന്നാമത്. ഈ രാജ്യത്തിൻ്റെ ഉയർച്ചയാണ് നമുക്ക് ഏറ്റവും പ്രധാനം. കാരണം രാജ്യം എന്ന് പറഞ്ഞാൽ പ്രവർത്തകരെന്നാണ്, രാജ്യത്തിലെ ജനങ്ങൾ എന്നാണ്, പൗരന്മാരെന്നാണ് അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ ഉയർച്ചയാണ്, ഭാരതം ലോകത്തിൻ്റെ നെറുകയിലെത്തുന്ന ആ സുവർണ മുഹൂർത്തമാണ് നാം ഒക്കെയും സ്വപ്നം കാണുന്നതും അതിനുവേണ്ടി പ്രയത്നിക്കുന്നതും. നമുക്കറിയാം, അധികാരം എന്നത് വല്ലാതെ നമ്മളെ ലഹരി പിടിപ്പിക്കുന്ന, നമ്മളെ അന്ധരാക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ചക്കരക്കുടത്തിൽ കൈയിട്ടെന്നാൽ നക്കാത്തവരില്ല എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ഇതിന് സമാനമായിട്ട് പറയുന്നത് പവർ കറപ്റ്റ്സ്, എബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് എബ്സല്യൂട്ട്ലി. അധികാരം ദുഷിപ്പിക്കുന്നു, സമ്പൂർണ്ണാധികാരം സമ്പൂർണമായി ദുഷിപ്പിക്കുന്നു. അധികാരം എന്ന പ്രലോഭനത്തിൽപ്പെട്ട് അഴിമതി കാട്ടാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി.
ഈ വെല്ലുവിളിയെ അതിജീവിച്ച വ്യക്തികൾ ലോകത്ത്, ഭാരതത്തിലെന്നല്ല ലോകത്ത് തന്നെ വളരെ ചുരുക്കം പേരേ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് അഭിമാനത്തോടെ പറയാം, നമ്മുടെ നേതാവ് ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി അഴിമതി എന്ന ഭീകരമായ പ്രലോഭനത്തിന് ഒരു നിമിഷാർത്ഥം പോലും കീഴടങ്ങിയിട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ രാഷ്ട്രമാണ് പ്രധാനം. പ്രിയ സഹപ്രവർത്തകരെ, ഏത് നാൽക്കവലയിൽ നിന്നുകൊണ്ടും ഏത് വലിയ സ്റ്റേജിൽ നിന്നുകൊണ്ടും എവിടെ നിന്നുകൊണ്ടും നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് വിളിച്ചു പറയാം, നിങ്ങൾക്ക് മറ്റു മുന്നണികളിൽ പെടുന്നവരെ വെല്ലുവിളിക്കാം. ധൈര്യമുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്ക്, ശ്രീ നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു അഴിമതിയിൽ പെട്ടിട്ടുണ്ടോ എന്ന് തെളിവ് സഹിതം ചൂണ്ടിക്കാണിക്ക് എന്ന് പറയാൻ നമുക്ക് കഴിയുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം. ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം തന്നെയാണ് ഭാരതത്തിലെ 543 ലോക്സഭാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത്. ഒരാൾക്കൊരേ സമയം പല സ്ഥലങ്ങളിൽ ആയിരിക്കാനാവില്ല എന്നത് ഫിസിക്സിലെ ഒരു നിയമമാകയാൽ 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ നരേന്ദ്രമോദിക്ക് 543 പേരുകളാണുള്ളത്. നമ്മുടെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ നരേന്ദ്രമോദിയുടെ പേര്, എൻ്റെ പ്രിയങ്കരരെ, ശ്രീ അനിൽ കെ ആന്റണി എന്നാണ്. പത്തനംതിട്ട മണ്ഡലത്തിൻ്റെ നരേന്ദ്രമോദിയാണ് ശ്രീ അനിൽ കെ ആന്റണി. കാരണം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന ജനാഭിമുഖ്യമായ പരിപാടികൾ നമ്മുടെ മണ്ഡലത്തിൽ എത്തിക്കാൻ നിയുക്തനായ ചെറുപ്പക്കാരനാണ് അദ്ദേഹം. അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും ഈ മണ്ഡലത്തിന്. 5 വർഷം കൊണ്ട്, 15 വർഷം കൊണ്ട് ഒരു മരം പുതുതായി നട്ട് വളർത്തി ഫലമുണ്ടാക്കി തരാൻ കഴിയാത്ത സിറ്റിംഗ് MP പോലെ ആയിരിക്കില്ല നമ്മുടെ സ്ഥാനാർത്ഥി. ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ, തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളോട്, തന്നെ വിജയിപ്പിച്ചവരോട് എന്തെങ്കിലും നന്ദിയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ MP പത്തനംതിട്ടയ്ക്ക് വേണ്ടി പലതും ചെയ്യുമായിരുന്നു. ഈ മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ സഞ്ചരിച്ചാലും ആന്റോ ആന്റണിയുടെ സംഭാവന എന്ന നിലയ്ക്ക് ഗണനീയമായതൊന്നും പ്രധാനമായതൊന്നും പ്രസക്തമായതൊന്നും കാണാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നത് വളരെ സങ്കടകരമായൊരു യാഥാർത്ഥ്യമാണ്. മനുഷ്യ ജീവിതത്തിലെ 15 വർഷം ഏറ്റവും സക്രിയമായ പ്രവർത്തന സജ്ജമായ 15 വർഷം അധികാരത്തിൻ്റെ ഇടനാഴികളിൽ വിഹരിച്ചിട്ട് പോലും സ്വന്തം ജനങ്ങളോട് ഒരു സ്നേഹവും മമതയും കാണിച്ചിട്ടില്ല. തെരഞ്ഞെടുത്തവരെ കുറിച്ച് ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസം വരെ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അക്ഷന്തവ്യമായ അപരാധമാണ്. ആ അപരാധത്തിൻ്റെ ദുഷ്ഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ, ഞാനും നിങ്ങളും. നമുക്കിതിൽ നിന്നും മോചനമുണ്ടാകണമെങ്കിൽ ശ്രീ അനിൽ കെ ആന്റണി നമ്മുടെ പാർലമെന്റ് ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടണം. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരോട് പുതുതായി രാഷ്ട്രീയ വിശദീകരണ പ്രസംഗങ്ങളൊന്നും നടത്തേണ്ടതില്ല. ആഴത്തിലും പരപ്പിലും പഠിച്ചവരാണ് നിങ്ങൾ. ദേശീയതയുടെ വിജയസാധ്യതകളെക്കുറിച്ച്, ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ജനോപകാരപ്രദമായ നയങ്ങളെക്കുറിച്ച്, ശ്രീ നരേന്ദ്രമോദിജി നടപ്പിലാക്കിയിരിക്കുന്ന ഓരോ പദ്ധതികളെക്കുറിച്ചും നിങ്ങൾക്കറിയാം. സ്വച്ഛ ഭാരത് അഭിയാൻ ആയിക്കൊള്ളട്ടെ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയായിക്കൊള്ളട്ടെ, പ്രധാനമന്ത്രി ജൻധൻ യോജനയായിക്കൊള്ളട്ടെ, പ്രധാനമന്ത്രി നടപ്പിലാക്കുന്ന മറ്റു പദ്ധതികളായിക്കൊള്ളട്ടെ, ഇതേക്കുറിച്ചെല്ലാം തന്നെ വളരെ വിശദമായി പഠിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. സീറോ ബാലൻസ് അക്കൗണ്ട്, എല്ലാ വീട്ടിലും വൈദ്യുതി, എല്ലാ വീട്ടിലും ടോയ്ലറ്റ്, ഗരീബ് കല്യാൺ യോജന, രാജ്യം കോവിഡ് എന്ന മഹാമാരിയിൽപ്പെട്ട് പൊറുതിമുട്ടിയ സന്ദർഭത്തിൽ 2 തവണ സൗജന്യ വാക്സിൻ,
ഇങ്ങനെ ജനജീവിതത്തെ കൈത്താങ്ങ് നൽകി സംരക്ഷിച്ച ഒരു സർക്കാരിൻ്റെ പ്രസക്തി എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ്. വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പേരായ വിഖ്യാതനായ ഒരു ഭരണാധികാരി, ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിൽ 3 Pകളാണ് പ്രസക്തമായിട്ടുള്ളത്. പി എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന 3 കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ടത്. ആദ്യത്തേത് പേഴ്സൺ, വ്യക്തി. ആരാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തോമസ് ഐസക് ആണെങ്കിൽ ദൈവത്തിന് പോലും രക്ഷിക്കാനൊക്കില്ല. കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ ഖജനാവ് കുട്ടിച്ചോറാക്കി തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകൾ നടത്തി, നുണപ്രചരണം നടത്തി ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്ന തോമസ് ഐസക്കോ, ഒന്നും ചെയ്യാതെ തൻ്റെ ജനപ്രതിനിധി എന്ന വർഷങ്ങൾ പാഴാക്കിയ ആൻഡ്രൂ ആന്റണിയോ ആണെങ്കിൽ ആർക്കും സഹായിക്കാനാവില്ല. പക്ഷേ ഇവിടെ പേഴ്സൺ, വ്യക്തി ശ്രീ അനിൽ കെ ആന്റണിയാണ്. എല്ലാവർക്കും അംഗീകരിക്കാവുന്ന സ്വഭാവത്തിനുടമയായ വ്യക്തി. അദ്ദേഹം അത്യുന്നതമായ വിദ്യാഭ്യാസ യോഗ്യതകളുള്ള ആളാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജാണ് തിരുവനന്തപുരത്തെ CET, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി. അവിടെ നിന്നാണ് അദ്ദേഹം ബിരുദം നേടിയത്. അതിനുശേഷം അമേരിക്കയിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലും പഠിച്ച അതിസമർത്ഥനായ വിദ്യാർത്ഥി. ഇന്ത്യയിലെ പോലെയല്ല, മാനേജ്മെന്റ് സീറ്റും സംവരണ സീറ്റും ഒന്നുമില്ല വിദേശ സർവകലാശാലകളിൽ. മിടുക്കന്മാർക്ക് മാത്രമാണ് അഡ്മിഷൻ കിട്ടുന്നത്. അങ്ങനെയുള്ളിടത്തു നിന്ന് പഠിച്ചു പാസ്സായ ചെറുപ്പക്കാരൻ 1 ഡസനോളം ആഗോള സംഘടനകളിൽ ഭാരതത്തെ പ്രതിനിധീകരിക്കുന്നയാൾ, പല ധർമ്മ സംഘടനകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സ്ഥാപകൻ, വൈസ് പ്രസിഡന്റ്, അങ്ങനെ പല നിലകളിൽ ലോകത്തിൻ്റെ മുന്നിൽ നമുക്ക് അഭിമാനത്തോടെ അവതരിപ്പിക്കാവുന്ന ചെറുപ്പക്കാരൻ. എത്ര ബാങ്കുകൾ നശിപ്പിച്ചു എന്നതിൻ്റെ പേരിലോ എത്ര ഖജനാവ് മുച്ചൂടും മുടിച്ചു എന്നതിൻ്റെ പേരിലോ അല്ല ശ്രീ അനിൽ കെ ആന്റണിയുടെ പേര് പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. പൂഞ്ഞാർ ബാങ്കും മൂന്നിലവ് ബാങ്കും മറ്റ് പല ബാങ്കുകളും നശിച്ച് നാറാണക്കല്ലിടുന്നതിന് കാരണമായ ആളല്ല നമ്മുടെ സ്ഥാനാർത്ഥി. കിഫ്ബി തട്ടിപ്പിന്റെ ആളല്ല നമ്മുടെ സ്ഥാനാർത്ഥി. വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരൻ. അദ്ദേഹം പ്രകടന പത്രിക തയ്യാറാക്കുന്നതിൽ തൻ്റെതായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് മാത്രം മതി ആ ചെറുപ്പക്കാരൻ്റെ ആശയ ലോകം എത്ര സമ്പുഷ്ടമാണ്, എത്ര ജനഹിതമറിയുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ. അദ്ദേഹം പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് ഒരു വലിയ നേട്ടമാണ്. ദ ഗ്രേറ്റസ്റ്റ് അസറ്റ് വി ഹാവ്, നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് ശ്രീ അനിൽ കെ ആന്റണി. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ രണ്ടാമത്തെ ഘടകം പേഴ്സൺ കഴിഞ്ഞാൽ രണ്ടാമത്തേത് പ്ലാൻ, പദ്ധതി. എന്താണ് നമ്മുടെ പാർട്ടിയുടെ പദ്ധതി? ഈ രാജ്യത്തിൻ്റെ വികസനം. 2047 ലോകരാജ്യങ്ങളിൽ ഒന്നാമത് ഏത് രാജ്യമെന്ന ചോദ്യത്തിൻ്റെ മറുപടി ഭാരതം എന്നായിരിക്കും. ആദിത്യയാനിലൂടെ സൂര്യമണ്ഡലത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ, ബഹിരാകാശ സ്റ്റേഷൻ തയ്യാറാക്കുന്നതിലൂടെ ഈ ലോകത്തെപ്പറ്റി, ഈ പ്രപഞ്ചത്തെപ്പറ്റി വൈദ്യശാസ്ത്രത്തിനും പ്രതിരോധത്തിനും ആശയവിനിമയത്തിനും ഉതകുന്ന രീതിയിലുള്ള നിരവധി കണ്ടുപിടുത്തങ്ങൾ. രാജ്യത്തെ നദികളെ മുഴുവൻ ബന്ധിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ വന്ദേ മാതരം എന്ന കീർത്തനത്തിൽ നാം പാടുന്നത് പോലെ സുജലമായ നദികൾ. ഭാരതം കാർഷിക മേഖലയിൽ നേടാൻ പോകുന്ന വലിയ നേട്ടം. ഇന്ന് റബ്ബർ കർഷകരും നെൽകർഷകരും ഉൾപ്പെടെയുള്ളവർക്ക് ജീവിതം വഴിമുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിന്ന് മുക്തരായി കൃഷി ഒരു വ്യവസായം എന്നോണം ലാഭകരമായി തീരുന്ന സാഹചര്യം. രാജ്യത്തെ ചെറുപ്പക്കാർക്ക് അവരുടെ മാനസികവും ബൗദ്ധികവും കായികവുമായ വികസനത്തിനാവശ്യമായ പദ്ധതികൾ. ജനങ്ങളിൽ 65% പേർ
35 വയസ്സിൽ താഴെയുള്ളവരായ ഈ രാജ്യത്തിന്, ഈ യുവരാജ്യത്തിന് ലോകത്തിൻ്റെ നെറുകയിൽ എത്തിപ്പെടാനുള്ള എല്ലാ വഴികളും തുറക്കുക. ഇങ്ങനെ എണ്ണമറ്റ പദ്ധതികളാണ് നമുക്ക് മുൻപോട്ട് വയ്ക്കാനുള്ളത്. ഇന്ത്യ മുന്നണിക്ക് പറയാനുള്ളത് CAA മായ്ച്ചു കളയുമെന്നോ ആർട്ടിക്കിൾ 370 പിഴുതെറിയുമെന്നോ ആണെങ്കിൽ, ഇത്തരം നിഷേധാത്മകമായ നെഗറ്റീവായ കാര്യങ്ങളാണ് പറയാനുള്ളതെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രകടന പത്രികയിൽ നെഗറ്റീവായിട്ടുള്ള ഒരു വാക്ക് പോലും കാണാനൊക്കില്ല. മുഴുവൻ പോസിറ്റീവായ ആശയങ്ങളാണ്, പ്രകാശമാനമായ ആശയങ്ങളാണ്. ഈ രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു മിടുക്കരായി ഈ നാട്ടിൽ തന്നെ ജോലി കിട്ടുന്നതിനുള്ള സാഹചര്യങ്ങളാണ്. മികച്ച ചികിത്സാ സൗകര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ പ്ലാൻ. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞതനുസരിച്ച് പേഴ്സൺ, പ്ലാൻ, ഇത് രണ്ടും നമ്മുടെ കാര്യത്തിൽ 100% ഉറപ്പാണ്. മൂന്നാമത്തേത് പെർഫോമൻസ് ആണ്, പ്രവൃത്തി. അത് നിങ്ങളുടെയും എൻ്റെയും ചുമതലയാണ്. സംസ്കാര പഠനങ്ങളിൽ പറയാറുണ്ട്, അറിഞ്ഞവരറിയാത്തവരെ അറിയിക്കുക എന്നതാണ് അറിവ് വ്യാപിക്കുന്നതിനുള്ള മാർഗം എന്ന്. അറിഞ്ഞവരാണ് എൻ്റെ മുൻപിൽ ഇരിക്കുന്നവർ. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ പ്രബുദ്ധരായ സഹപ്രവർത്തകരാണ് സമുദ്രം പോലെ എൻ്റെ മുൻപിൽ അലയടിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ചുമതല, നിങ്ങളുടെയും എൻ്റെയും ചുമതല, ഇതിനേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥിയെ നമുക്ക് കിട്ടാനില്ല എന്ന യാഥാർത്ഥ്യം ചുറ്റുപാടുമുള്ള ലോകത്തെ അറിയിക്കുക എന്നതാണ്. 5 വർഷത്തിലൊരിക്കലാണ് ജനാധിപത്യം സാർത്ഥകമാകുന്നത്. നമ്മൾ പറയാറുണ്ട്, ജനങ്ങൾക്കാണ് ആധിപത്യം, ജനങ്ങൾക്കാണ് അധികാരം എന്നൊക്കെ. ഇത് പലപ്പോഴും പറച്ചിലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അധികാരം നമ്മളിലേക്ക് എത്തുന്നത് 5 വർഷത്തിലൊരിക്കൽ മാത്രമാണ്. ആ 5 വർഷത്തിലൊരിക്കൽ 15 കൊല്ലം നമ്മളെ ചതിച്ചവരും നിരന്തരം ചതിച്ചുകൊണ്ടിരിക്കുന്നവരും ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ പോലെ നമ്മുടെ മുൻപിലെത്തി വെളുക്കച്ചിരിക്കും. വ്യാമോഹങ്ങൾ വാരി വിതറും. നടക്കില്ലെന്ന് അവർക്കും നമുക്കും ഉറപ്പുള്ള വാഗ്ദാനങ്ങൾ തന്ന് നമ്മളെ പ്രലോഭിപ്പിക്കും. ദീർഘകാലമായി നമ്മെ തെറ്റിദ്ധരിപ്പിച്ച ചിഹ്നങ്ങൾ കാണിച്ച് ഈ ചിഹ്നങ്ങളോടുള്ള അടിമത്തം കൊണ്ട്, അഡിക്ഷൻ കൊണ്ട് നമ്മൾ അവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കും എന്ന വിശ്വാസത്തോടെ തലയുയർത്തി നടക്കും. പ്രിയപ്പെട്ടവരെ, 5 വർഷത്തിലൊരിക്കൽ എനിക്കും നിങ്ങൾക്കും സത്യത്തിൽ അധികാരം വേണ്ടേ? സത്യത്തിൽ 5 വർഷത്തിലൊരിക്കലെങ്കിലും ജനാധിപത്യം നിലവിലെത്തണ്ടേ? അങ്ങനെ വേണമെങ്കിൽ 5 വർഷത്തിലൊരിക്കൽ തീവെയിലിൽ കാത്തുനിന്ന് വോട്ട് ചെയ്ത് ഇടതു കൈയുടെ ചൂണ്ടുവിരലിൽ നീലമഷി പുരളുമ്പോൾ അത് ശരിയായ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാകേണ്ടേ? ഇതാണ് നമുക്ക് ചുറ്റുപാടുമുള്ളവരോട് ചോദിക്കാനുള്ളത്. ശ്രീ തോമസ് ഐസക്കോ, ശ്രീ ആന്റോ ആന്റണിയോ ആണ് തെരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഒന്ന് സങ്കല്പിച്ചു നോക്കുക. നടക്കാൻ പോകുന്നില്ല എങ്കിലും വെറുതെ ഒന്ന് സങ്കല്പിക്കുക, ഒന്ന് ഭാവനയിൽ കാണുക. എന്താകും ഉണ്ടാകാൻ പോകുന്നത്? ഇവർ രണ്ടുപേരും പാർലമെന്റിൽ പ്രതിപക്ഷത്ത് പോയിരിക്കും, അതിശുഷ്കമായ പ്രതിപക്ഷത്തിരിക്കും. ഇവർ എന്തിനുമേതിനും നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കും, പ്ലാക്കാർഡുകളുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങും, ബഹളം വയ്ക്കും, അധിക്ഷേപകരമായ പ്രസ്താവങ്ങൾ നടത്തും, പാർലമെന്റ് ബഹിഷ്കരിക്കും. അതുമല്ലെങ്കിൽ സ്പീക്കർ ഇവരെ സഭയിൽ നിന്ന് പുറത്താക്കും. സഭയിൽ നിന്ന് പുറത്താക്കിയാൽ ഇത് സൗകര്യം എന്ന് കരുതി പാർലമെന്റ് മന്ദിരത്തിന്റെ ചുറ്റുപാടും അല്ലെങ്കിൽ ഡൽഹിയിലെ നഗരവീഥികളിൽ ഇവരലഞ്ഞു നടക്കും. കുറച്ച് ചിത്രങ്ങൾ എടുക്കും, കുറച്ച് സെൽഫികൾ എടുക്കും, ഇത് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യും. ഇതിനാണോ നമുക്ക് ഒരു ജനപ്രതിനിധി വേണ്ടത്? ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ഇതിനല്ല നമുക്ക് വേണ്ടതെങ്കിൽ ഒരു MP ഇതിനാണോ നാം പ്രതീക്ഷിക്കുന്നത്? നമുക്കാവശ്യമുള്ളത്
പത്തനംതിട്ടയുടെ ഹൃദയസ്പന്ദങ്ങൾ ന്യൂഡൽഹിയിൽ എത്തിക്കുന്ന ഒരാളെയാണ്. പത്തനംതിട്ടയിലെ ജനങ്ങളുടെ, എൻ്റെ പ്രിയങ്കരരായ ജനങ്ങളുടെ സങ്കടങ്ങളും ആവലാതികളും പരാതികളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും ശ്രീ നരേന്ദ്രമോദിയെ അറിയിക്കാൻ പറ്റിയ ഒരാളെയാണ്. നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരാളെയാണ്. നമുക്ക് വേണ്ടി സ്വരമുയർത്തുന്ന ഒരാളെയാണ്. ഏത് പദ്ധതികൾ കൊണ്ടുവരുമ്പോഴും അത് എൻ്റെ പത്തനംതിട്ടയിൽ വേണം. എയിംസ് അതെൻ്റെ പത്തനംതിട്ടയിൽ വേണം. മികച്ച വ്യവസായ സ്ഥാപനങ്ങൾ അതെൻ്റെ പത്തനംതിട്ടയിൽ വേണം എന്ന് നെഞ്ചിൽ കൈവച്ച് പറയുകയും അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും അത് സാധിക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത്. സ്വാർത്ഥ ലാഭങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരാളെയല്ല. ഹൈമാസ്റ്റ് ലൈറ്റും വെയിറ്റിംഗ് ഷെഡും സ്ഥാപിക്കാനല്ല നമുക്കൊരു MP-യെ വേണ്ടത്, നമുക്കൊരു മന്ത്രിയെയാണ് വേണ്ടത്. ആ മന്ത്രിയാകാൻ സാധ്യതയുള്ള ചെറുപ്പക്കാരൻ നമ്മുടെ ഇടയിലുള്ളതുകൊണ്ട് മൂന്നാമത്തെ P, പെർഫോമൻസ്, പ്രവർത്തനം, അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇന്ന് രാജ്യത്തിൻ്റെ സർവാദരണീയനായ പ്രതിരോധ മന്ത്രി ഇവിടെ എത്തിച്ചേരുമ്പോൾ നാം ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രവർത്തകർ ഒരു പുനഃസമർപ്പണത്തിൻ്റെ സന്ദർഭമായി ഇതിനെ ആഘോഷിക്കുകയാണ്. ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾക്കായി നാം നമ്മെ സമർപ്പിക്കുന്നു. ഈ സമ്മേളനത്തിന് ശേഷം പൊരിവെയിലിലേക്ക്, കടുത്ത പ്രതികൂല കാലാവസ്ഥയിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുന്നു നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി. ഇനിയൊരവസരത്തിൽ നാം ഈ മൈതാനത്ത് കൂടാൻ പോകുന്നത് ശ്രീ അനിൽ കെ ആന്റണി എന്ന ബഹുമാന കേന്ദ്രമന്ത്രിയെ സ്വീകരിക്കാനും അനുമോദിക്കാനും വേണ്ടിയായിരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട്, ആ പ്രതിജ്ഞ നിങ്ങൾ ഏറ്റെടുക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. വന്ദേ മാതരം. അടുത്തതായിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ BJPയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, ഏറ്റവും സ്നേഹമുള്ള ശ്രീ AP അബ്ദുള്ളക്കുട്ടി അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ജയ് ബോലോ ഭാരത് മാതാ കി. പ്രിയപ്പെട്ട അധ്യക്ഷൻ സൂരജ്, നമ്മുടെ എല്ലാം കണ്ണിലുണ്ണിയായിട്ടുള്ള സ്ഥാനാർത്ഥി അനിൽ ആന്റണി, ഇവിടെ പ്രസംഗിച്ച ശ്രീമതി പ്രമീള, രാമൻ നായർ, ജോർജ് കുര്യൻ, ശ്രീ കരമന ജയൻ തുടങ്ങി നോബൽ ഉൾപ്പെടെ നിരവധി നേതാക്കൾ വേദിയിലും സദസ്സിലും ഉപവിഷ്ടായിട്ടുണ്ട്. നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ അധിപൻ നമ്മുടെ പ്രിയങ്കരനായ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഏതാനും നിമിഷത്തിനുള്ളിൽ ഇവിടെ എത്തുകയാണ്. നിങ്ങളറിയുമോ, അദ്ദേഹം പ്രതിരോധ മന്ത്രിയായി വരുന്ന 2014 ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് കേവലം 4000 കോടിയായിരുന്നു. 10 കൊല്ലം കൊണ്ട് നമ്മുടെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ എക്സ്പോർട്ട് 88,000 കോടിയായി വർദ്ധിപ്പിച്ചു. ഇന്ന് ഇന്ത്യ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ സൈനിക ശക്തിയാണ്. ആ പ്രതിരോധ മന്ത്രിയെ നേരിട്ട് കാണാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാനുമാണ് നാം ഇവിടെ കൂടിയിട്ടുള്ളത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ രാജ്യത്ത് 10 കൊല്ലം ഭരണം നടത്തിയിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു പെർഫോമൻസ് വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അതുകൊണ്ടാണ് രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ രാഷ്ട്രീയ പണ്ഡിതന്മാരും മാധ്യമ ഗവേഷകരൊക്കെ പറയുന്നത് മോദിജി ഒരു 400 സീറ്റിലധികം നേടി അധികാരത്തിൽ വരുമെന്നാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രവർത്തിക്കാം എന്നാണ് ആമുഖമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ കേരളത്തിൽ
NDAയുടെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച ഉടനെ മുഴുവൻ ആളും കൈയടിച്ചു. നല്ല മിടുക്കന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥി, അനിൽ ആന്റണിയെ പോലെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥാനാർത്ഥി. നിങ്ങളറിയോ, നമ്മുടെ മുഖ്യ ശത്രു കണ്ണൂരിലെ ഒരു ജയരാജൻ പറഞ്ഞു BJPയുടെ സ്ഥാനാർത്ഥികൾ കൊള്ളാവുന്നവന്മാരാണ്. നിങ്ങൾ നോക്കണം, നമ്മുടെ ശത്രുക്കൾ വരെ പറയാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ കൊള്ളാവുന്നവരാണെന്ന്. ജയരാജൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ കുറേ ജയരാജന്മാരുണ്ട്. വെട്ടുകൊണ്ട ജയരാജൻ, ശുംഭൻ ജയരാജൻ, ഇത് നമ്മുടെ തടിയൻ്റെ അവിടെ ജയരാജനാണ് ഈ ഡയലോഗ് അടിച്ചത്. ഈ ജയരാജന്മാര് പോലും അഭിനന്ദിക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ്. കാസർഗോട്ട് നമ്മുടെ അശ്വിനി എന്ന് പറയുന്ന മിടുക്കി 7 ഭാഷകളുടെ നാടാണ്. 7 ഭാഷ സംസാരിക്കും കാസർഗോട്ടുകാർ. 7 ഭാഷയും സംസാരിക്കുന്ന ഒരാളെയാണ് നമ്മുടെ ഒരു സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അനിൽ ആന്റണി മുതൽ അങ്ങോട്ട്, സുരേഷ് ഗോപി മുതൽ അങ്ങോട്ട്, ഏറ്റവും അവസാനം രാജീവ് ചന്ദ്രശേഖർ വരെ നല്ല മിടുക്കന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധിയെ വിറപ്പിക്കാൻ നമ്മുടെ കേന്ദ്ര നേതൃത്വം വയനാട്ടിൽ പാർട്ടിയുടെ അധ്യക്ഷൻ K. സുരേന്ദ്രൻ തന്നെ ഇറക്കിയതോടുകൂടി നമ്മുടെ പാനൽ അടിപൊളിയാണ് എന്നുള്ളതാണ് ജനങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സ്ഥാനാർത്ഥി നിർണയമാണ്. അനിലിനെ പോലെ നല്ല ചുറുചുറുക്കുള്ള, അനിലിന്റെ ചിരി കണ്ടാൽ തന്നെ മതി, ആ നിഷ്കളങ്കമായ ചിരി കണ്ടാൽ ശത്രുക്കൾ വരെ വോട്ട് ചെയ്യും. അങ്ങനെ നല്ല മിടുക്കന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഒരു പ്ലസ്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിലെ താരം ആരാണ്? യാതൊരു സംശയമില്ല, നരേന്ദ്രമോദിയാണ്. ഞങ്ങളുടെ കണ്ണൂരിൽ വീടുകളിൽ വിശ്വാസികൾ എഴുതി വെക്കും, ഈ വീടിന്റെ ഐശ്വര്യം ശ്രീ മുത്തപ്പൻ എന്ന് എഴുതി വെക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുണ്യഭാരതത്തിന്റെ ഐശ്വര്യം, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഐശ്വര്യം മഹാനായ വിശ്വവിഖ്യാതനായ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി എന്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സ് കീഴടക്കി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ അഴിമതി വിരുദ്ധ നിലപാടാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ചെക്ക് ചെയ്താൽ മതി. നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ഫോളോവേഴ്സ് യങ്സ്റ്റേഴ്സ് ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉള്ള നേതാക്കളിൽ ഒരാളാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അഴിമതി വിരുദ്ധ നിലപാടാണ്. ഇന്നലെ അദ്ദേഹം ഏറ്റവും അവസാനം പ്രസംഗിച്ചത് അഴിമതിക്കാരുടെ ഒരു വിട്ടുവീഴ്ച ഇല്ല എന്നാണ് പ്രസംഗിച്ചത്. ഏറ്റവും അവസാനം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം തിഹാർ ജയിലിൽ നിന്ന് ഇപ്പോൾ ഗോതമ്പ് ഉണ്ട തിന്നുകൊണ്ടിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ അകത്തായപ്പോൾ കേരളത്തിൽ ഒരാൾക്ക് ഉറക്കം കിട്ടുന്നില്ല. നമ്മുടെ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറക്കില്ല. രാത്രി കെട്ടിയോള് കമലയെടുത്തി വീശിക്കൊടുത്തിട്ടും ഉറക്ക് കിട്ടുന്നില്ല എന്നാണ് ക്ലിഫ് ഹൗസിൽ നിന്ന് കേൾക്കുന്ന വാർത്ത. നിങ്ങൾ മനസ്സിലാക്കണം, അരവിന്ദ് കെജ്രിവാൾ നടത്തിയിട്ടുള്ള അഴിമതിയുടെ ഒരു ആഴം അത് ചില്ലറയല്ല. നമ്മളിൽ പലരുടെയും ധാരണ കെജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യൻ തുടക്കത്തിൽ ഈ നാട്ടിലെ അഴിമതി വിരുദ്ധ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ആവേശമായി അണ്ണാ ഹസാരെയോടൊപ്പം വന്നതാണ്. പക്ഷെ നിങ്ങളറിയോ, അധികാരം മനുഷ്യനെ പെട്ടെന്ന് ദുഷിപ്പിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ പെട്ടെന്ന് ദുഷിച്ചു പോയ ഒരു ചെറുപ്പക്കാരനാണ് അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം നടത്തിയിട്ടുള്ള അഴിമതിയുടെ ആഴം 8,000 കോടി റുപ്യാണ്. എന്താ ചെയ്തെന്നറിയോ? ഡൽഹിയിൽ അതിനു മുമ്പുള്ള മദ്യനയ അനുസരിച്ച് വർഷത്തിൽ 34 ദിവസം കള്ള് കിട്ടൂല. മദ്യഷോപ്പിന് അവധിയാണ്. ആ 34 ദിവസം അവധി അദ്ദേഹം 3 ദിവസമായി വെട്ടിക്കുറച്ചു. എങ്ങനെയുണ്ട് കാശുണ്ടാക്കാനുള്ള ടെക്നിക്ക്? അവിടെ 21 വയസ്സുള്ളവർക്കേ മദ്യം കിട്ടൂ, അത് 18 വയസ്സാക്കി. ഡൽഹിയിൽ രാത്രി 3 മണി വരെ മദ്യം കിട്ടൂ, അത് 11 മണി വരെ മദ്യം കിട്ടൂ, അത് രാത്രി 3 മണി വരെ. അങ്ങനെ 8,000 കോടിയുടെ അഴിമതി നടത്തി കയ്യോടെ പിടിക്കപ്പെട്ട് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്ത് നേരെ തിഹാർ ജയിലിൽ കൊണ്ടുപോയി. കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു രസകരമായ സംഭവം തിഹാർ ജയിലിൽ അരവിന്ദ് കെജ്രിവാൾ വന്നപ്പോൾ ഉണ്ടായി. നല്ല രസകരമാണ്, പത്തനംതിട്ടക്കാർക്കൊക്കെ സന്തോഷമാവും. പക്ഷെ മനോരമയും അതുപോലെ തന്നെ മാതൃഭൂമിയും നമ്മുടെ ഏഷ്യാനെറ്റ് ഒന്നും അത് റിപ്പോർട്ട് ചെയ്തില്ല. എന്താ സംഭവം എന്നറിയോ? അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് കടന്നു വരുമ്പോൾ 2 കുണ്ടന്മാർ, 2 ചെറുപ്പക്കാർ അദ്ദേഹത്തെ സ്വീകരിച്ചത് സലാം ചൊല്ലിയിട്ടാണ്. എങ്ങനെയാ സ്വീകരിച്ചെന്നറിയാ? അസ്സലാമു അലൈക്കും അരവിന്ദ് കെജ്രിവാൾ. കെജ്രിവാൾ ആകെ മിഴിച്ചു നിൽക്കുകയാണ്.
ആ 2 ചെറുപ്പക്കാരാരാണെന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തെ ആഭ്യന്തരമന്ത്രി ആണൊരുത്തൻ ഇവിടെ നിന്ന് പൊക്കിക്കൊണ്ടുപോയ 2 പോപ്പുലർ ഫ്രണ്ട് കുണ്ടന്മാരായിരുന്നു സലാം ചൊല്ലി ഈ അഴിമതി വീരനെ സ്വീകരിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അഴിമതി വീരന്മാരും തീവ്രവാദികളെയും ഒരേ സെല്ലിലടച്ച നേതാവാണ് നരേന്ദ്രമോദി എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ കൃത്യമാണ്. ഇന്ത്യൻ രാഷ്ട്ര ശരീരത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ക്യാൻസർ അഴിമതിയായിരുന്നു. ആ അഴിമതി നിർമാർജനം ചെയ്യാൻ നമ്മുടെ രാജ്യത്ത് ആധുനിക കാലത്തൊരു വലിയ ഭീഷണി തീവ്രവാദമാണ്, ജിഹാദികളാണ്. അവരെ പിടിച്ചു കെട്ടാൻ പ്രിയപ്പെട്ടവരെ, അഴിമതിവാദികളെയും തീവ്രവാദികളെയും ഉന്മൂലനം ചെയ്യാൻ സർവശക്തൻ ദൈവം തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച രാഷ്ട്രീയ അവതാരമാണ് നരേന്ദ്രമോദി എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ജയിലിലാണ്. ജയിലിലെത്തിയപ്പോൾ ഒരു വലിയ സംഭവം ഉണ്ടായി. അരവിന്ദ് കെജ്രിവാളിനോടുള്ള എല്ലാ അഭിപ്രായവും, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ മുഴുവൻ അദ്ദേഹത്തിന് ശത്രുക്കളായി. നമ്മുടെ നാട്ടിലെ ഇന്ദിരാഗാന്ധിയെ സ്നേഹിക്കുന്ന നല്ല കോൺഗ്രസ്സുകാർ പോലും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താ സംഭവം എന്നറിയോ? അങ്ങ് കനഡയിൽ നിന്ന് ഒരാള് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ആരാണ്? ഖലിസ്ഥാൻ തീവ്രവാദികളുടെ നേതാവ് ഗുർപന്ത് സിംഗ് പന്ന എന്ന് പറയുന്ന ഒരു പന്നയുണ്ട്. ആ പന്ന അവിടെ നിന്ന് പ്രഖ്യാപിച്ചത് 130 കോടി എന്റെ കാശ് അടിച്ചു മാറ്റിയവനാണ് ഈ അരവിന്ദ് കെജ്രിവാൾ. ആരാണെന്നറിയോ? ഖലിസ്ഥാൻ തീവ്രവാദികളുടെ നേതാവാണ്, ഇന്ത്യയുടെ ശത്രുവാണ്. ഖലിസ്ഥാൻ തീവ്രവാദികളുടെ നേതാവിന് നിന്ന് 130 കോടി രൂപ വാങ്ങിച്ചത് എന്തിനാണെന്നറിയോ? പഞ്ചാബിലെ ജയിലിലുള്ള ഖലിസ്ഥാൻ തീവ്രവാദികളെ തുറന്നുവിടാൻ. രാജ്യദ്രോഹിയാണ് കെജ്രിവാൾ, ഖലിസ്ഥാൻവാദികളുടെ ഏജന്റാണ്. പ്രിയപ്പെട്ടവരെ, പത്തനംതിട്ടയിൽ ദൂരെ മാറി നിന്ന് എന്റെ പ്രസംഗം കേൾക്കുന്ന കോൺഗ്രസ്സുകാരാ, ആന്റണി ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തിയ ഖലിസ്ഥാൻ തീവ്രവാദികളുടെ ഏജന്റാണ് അരവിന്ദ് കെജ്രിവാൾ. ഇന്ദിരാഗാന്ധിയെ സ്നേഹിക്കുന്നവരുടെ വോട്ട് പോലും ആന്റണി നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ മുന്നണിയിലാണ്. രാജ്യദ്രോഹിയാണ് ഇയാൾ, CIAയുടെ ഏജന്റാണ് ഇയാൾ, ഖലിസ്ഥാൻവാദിയുടെ ഏജന്റാണ് ഇയാൾ. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരിൽ ഒരാളാണ്. ആ അഴിമതിക്കാരനെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നു. ഇവരെന്താ പറയുന്നത്? CBIയെയും EDയെയും ഞങ്ങൾ ഉപയോഗിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, CBIയും ED ഉണ്ടാക്കിയത് മഹാനായ അംബേദ്കർ ആണ്, ഇന്ത്യൻ ഭരണഘടനയാണ്. നമ്മുടെ നാട്ടിൽ ഈ CBI എത്ര മുഖ്യമന്ത്രിമാരെ ജയിലിലിട്ടിട്ടുണ്ട്? ലാലു പ്രസാദ് യാദവിനെ ജയിലിലിട്ടത് നരേന്ദ്രമോദിയുടെ കാലത്താണ്. നമ്മുടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി കരുണാനിധിയുടെ മകൾ കനിമൊഴിയെയും അതുപോലെ തന്നെ പഴയ IT മന്ത്രി രാജയെയും ജയിലിലിട്ടത് ഈ EDയും CBIയും അന്വേഷിച്ച് ജയിലിലിട്ടത് നരേന്ദ്രമോദിയുടെ കാലത്താണോ? അല്ല. പക്ഷെ നരേന്ദ്രമോദിയുടെ കാലത്തെ അന്വേഷണത്തിന്റെ പ്രത്യേകത വളരെ സത്യസന്ധമാണ്, വളരെ പ്രൊഫഷണലാണ്. എന്റെ പ്രസംഗം കേൾക്കുന്ന പല പ്രവർത്തകരുടെയും മനസ്സിലുണ്ട്, നമ്മുടെ നാട്ടിലെ കണ്ടാംഗ്രസ്സുകാർ വരെ പറയും, എന്താ നിങ്ങൾ പിണറായിനെ പിടിക്കാത്തേന്ന്. എടോ കോൺഗ്രസ്സേ, നിന്റെ പാർട്ടിയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ ചിദംബരത്തെ പിടിച്ച് തീഹാർ ജയിലിടാൻ ഞങ്ങൾക്ക് 6-7 വർഷം വേണ്ടി വന്നു. അതിനേക്കാൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മാസപ്പടിക്കാരനും കുടുംബവും അകത്താകുന്ന കാലം വിദൂരമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. കാരണം വളരെ പ്രൊഫഷണലായിട്ടാണ് അന്വേഷണം. ആ പ്രൊഫഷണലായിട്ടുള്ള അന്വേഷണത്തിൽ കുറച്ച് സമയമെടുക്കും. ക്ഷമിക്ക്, ഞാൻ പറഞ്ഞല്ലോ പിണറായിക്ക് ഇപ്പൊ ഉറക്കം കിട്ടുന്നില്ല. പിണറായി വിജയന്റെ കെട്ടിയോള് വീശിക്കൊടുത്തിട്ടും ഉറക്കം കിട്ടുന്നില്ല. മിസ്റ്റർ പിണറായി, നിങ്ങൾ കേരളത്തിലെ മുസ്ലിം തീവ്ര ഗ്രൂപ്പുകളുടെ കയ്യടിമാകാൻ നിങ്ങൾ മുക്കിന് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് പൗരത്വ സംരക്ഷണ റാലിയാണ്. മിസ്റ്റർ പിണറായി, നിങ്ങൾ സംഘടിപ്പിക്കേണ്ടത് പൗരത്വ സംരക്ഷണ റാലിയല്ല, പുത്രി സംരക്ഷണ റാലിയാണ്. കരിമണൽ കർത്തയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ മകളെയും ചോദ്യം ചെയ്യാൻ പോകുന്നു. മാസപ്പടിക്കാരെ ഒന്നും ഞങ്ങൾ വെറുതെ വിടില്ല. സഖാക്കളെ, നിങ്ങൾക്കൊപ്പം മാസപ്പടി കേസിൽ കുടുങ്ങാൻ
കോൺഗ്രസ്സുകാരുമുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട. ഈ ഇന്ത്യ മുന്നണിയെ രണ്ടിനെയും ആ കേസിൽ കൊടുക്കാൻ പറ്റുന്ന കൃത്യമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദി നമ്മുടെ യുവാക്കളുടെ, നമ്മുടെ പുതിയ തലമുറയുടെ, ന്യൂ ജനറേഷന്റെ ഹരമായി മാറാൻ കാരണം നമ്മുടെ നാട്ടിലെ അഴിമതി വിരുദ്ധ നിലപാടാണ്. നിങ്ങൾ നോക്കൂ, അഴിമതി വിരുദ്ധ നിലപാടിന്റെ ഭാഗമാണ് അദ്ദേഹം അഴിമതി വിരുദ്ധ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇലക്ടറൽ ബോണ്ട് കൊണ്ടുവന്നത്. എന്താ ഇലക്ടറൽ ബോണ്ട്? നമ്മുടെ ഇലക്ഷനിലെ ഏറ്റവും വലിയ പ്രശ്നം കള്ളപ്പണമായിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം കള്ളപ്പണമാണ്. അതുമാണ് നോട്ട് നിരോധനം ഉൾപ്പെടെ, നരേന്ദ്രമോദിയുടെ ഡിജിറ്റലൈസേഷൻ ഉൾപ്പെടെ. നരേന്ദ്രമോദി, ഞാൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാനാണ്. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻമാർ എനിക്ക് മുമ്പൊക്കെ, അതിനു മുമ്പൊക്കെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും കാലത്ത് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഒരു സീസണിൽ 100 കോടി റുപ്യ അഴിമതി നടത്തും. പക്ഷെ ഇന്ന് നരേന്ദ്രമോദി അത് മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്തു. ഒരാൾക്കും ഒരു പൈസയുടെ അഴിമതി നടത്താൻ പറ്റാത്ത വിധത്തിൽ ഓരോ മണ്ഡലത്തിലും അദ്ദേഹം കള്ളപ്പണത്തെ അല്ലെങ്കിൽ അഴിമതി തടയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പണ്ട് ഇന്ത്യൻ ഇലക്ഷനെ പരിഷ്കരിക്കാൻ ഒരു മഹാനായ വ്യക്തിയെ ദൈവം തന്നിരുന്നു. അതാണ് ടി.എൻ. ശേഷൻ. ടി.എൻ. ശേഷൻ വന്നിട്ടാണ് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇലക്ഷൻ കമ്മീഷനെ ഒരു നട്ടലുള്ള കമ്മീഷനാക്കി മാറ്റിയത്. അന്ന് ശേഷൻ മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ചിന്തിക്കണം. കോൺഗ്രസ് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ശേഷന്റെ ഓസ്യത്ത് നരേന്ദ്രമോദി ഇംപ്ലിമെന്റ് ചെയ്തു. നരേന്ദ്രമോദി നടപ്പിലാക്കിയപ്പോൾ അതിപ്പോൾ വിവാദമായിരിക്കുന്നു. നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ്? ബി.ജെ.പിക്ക് കൂടുതൽ പണം കിട്ടിയിരിക്കുന്നു, മുതലാളിമാരെല്ലാം ബി.ജെ.പിക്ക് കൊടുത്തിരിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ പ്രചരണം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ആകെ 3000 കമ്പനികളാണ് കൊടുത്തത്. ആകെ കിട്ടിയത് 20,000 കോടിയാണ്. ബി.ജെ.പി കിട്ടിയത് 6000 കോടിയാണ്. ഏറ്റവും കൂടുതൽ കിട്ടിയത് 14,000 കോടി. മണ്ണിനും പുണ്ണാക്കിനും കൊള്ളാത്ത ഈ ഇന്ത്യ മുന്നണിക്ക് 14,000 കോടി കിട്ടിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധിക്ക് ഒരു 1500 കോടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മമതാ ബാനർജിക്ക് 1200 കോടി കിട്ടിയിട്ടുണ്ട്. DMK-ക്ക് 650 കോടി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കണക്ക് പരിശോധിച്ചോളൂ. ബി.ജെ.പിക്ക് 303 എംപിമാരുണ്ട്, 1500 MLA-മാരുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ്. റേഷ്യോ അനുസരിച്ച് എന്റെ മാധ്യമ പ്രവർത്തകരെ നിങ്ങളൊന്ന് വിശകലനം ചെയ്യണം. ബി.ജെ.പിക്ക് 6000 കിട്ടിയാൽ മതിയോ? ബി.ജെ.പിക്ക് അതിനേക്കാൾ കൂടുതൽ കിട്ടാൻ അർഹതയുണ്ട്. ഞങ്ങളിപ്പോൾ 450ഓളം സീറ്റുകളിൽ മത്സരിക്കുന്ന പാർട്ടിയാണ്. കോൺഗ്രസ് മത്സരിക്കുന്ന 200 താഴെ സീറ്റിലാണ്. യഥാർത്ഥത്തിൽ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ പണ്ട് ചാക്കിക്കെട്ടി പണം കൊണ്ടു കൊടുക്കും. എന്തായിരുന്നു കോൺഗ്രസിന്റെ സ്ഥിതി? കോൺഗ്രസ് പാർട്ടിക്ക് 10 ലക്ഷം ഒരാൾ കൊടുത്താൽ ആന്റണി അതിൽ നിന്ന് 2 ലക്ഷം പാർട്ടിക്ക് കൊടുത്ത് 8 ലക്ഷം പോക്കറ്റിലാക്കുന്ന പരിപാടിയായിരുന്നു കോൺഗ്രസിന്റെ ഫണ്ട് പിരിവ്. എന്നാൽ ഇന്ന് അത് പറ്റത്തില്ല. കൃത്യമായി ബാങ്ക് വഴിയായി. സത്യത്തിൽ എന്റെ രാഹുൽ ഗാന്ധി എന്റെ പാർട്ടിനെ രക്ഷിക്കാൻ, എന്റെ പാർട്ടിയിലെ കള്ളന്മാരുടെ കയ്യിൽ നിന്ന്, കൊള്ള സംഘത്തിൽ നിന്ന് എന്റെ പാർട്ടിനെ രക്ഷിക്കാനാണ് മോദിജി ഈ പരിപാടി കൊണ്ടുവന്നത്. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും തനിക്കില്ല. എന്റെ ഉമ്മ പറഞ്ഞതുപോലെ ഈ രാഹുൽ ഗാന്ധി ഒരു കടിഞ്ഞി പൊട്ടനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ബാങ്ക് വഴി പൈസ കിട്ടുകയാണ്. ബാങ്ക് വഴി പൈസ കിട്ടിയത് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും മോശം കമ്പനികൾ കൊടുത്തതല്ല ഇന്ത്യ മുന്നണിക്കാണ്. നമ്മുടെ E.P. ജയരാജന്റെ, തടിയന്റെ അവിടെ ജയരാജന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമ്മുടെ DMK-ക്ക് സംഭാവന കൊടുത്ത നമ്മുടെ ലോട്ടറി മാഫിയ സാന്റിയാഗോ മാർട്ടിൻ DMK-ക്ക് കൊടുത്തത് 550 കോടിയാണ്. അതിൽ 50 കോടി പിണറായി വിജയന് കിട്ടിയിട്ടുണ്ട് എന്നാണ് വിവരം. 50 കോടി പിണറായി വിജയന് കിട്ടിയിട്ടുണ്ട്. ഈ സാന്റിയാഗോ മാർട്ടിൻ പണ്ട് അയാളിൽ നിന്ന് ദേശാഭിമാനിക്ക് വേണ്ടി 2 കോടി വാങ്ങിയ പാർട്ടിയാ CPM. അങ്ങനെയുള്ള ആളൊന്നും ഞങ്ങൾക്ക് സംഭാവന തന്നിട്ടില്ല. എല്ലാ കള്ളന്മാരും അപ്പുറത്താ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നരേന്ദ്രമോദി ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്നു. വളരെ ആത്മാർത്ഥമാണ് നോട്ട് നിരോധനം.
ഡിജിറ്റൽ ഇന്ത്യ വളരെ ആത്മാർത്ഥമാണ്. ഈ ഇലക്ട്രൽ ബോണ്ട് വളരെ ആത്മാർത്ഥമാണ്. നമ്മുടെ രാഷ്ട്ര ശരീരത്തിലെ അഴിമതി തുടച്ചു നീക്കാനാണ് എൻ്റെ ശ്രമം എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് കോൺഗ്രസ്സുകാർ പുതിയൊരു വിഷയം അറിയുന്നത്. വിഷയം എന്താ പറയുന്നത് വെച്ചാൽ അവർ പറയുന്നു, ഞങ്ങളെ കോൺഗ്രസിന്റെ അക്കൗണ്ട് നെഹ്റു കുടുംബത്തിന്റെ, അവരുടെ കുടുംബത്തിന്റെ അക്കൗണ്ടാ, ആ കുടുംബത്തിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നു, മരവിച്ചിരിക്കുന്നു. അത് സത്യത്തിൽ ഒരു IT ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നമാണ്. രാഷ്ട്രീയ പാർട്ടികൾ ടാക്സ് കൊടുക്കണ്ട, പക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ കണക്ക് ബോധിപ്പിക്കണം. കണക്ക് ബോധിപ്പിക്കാത്തത് കൊണ്ട് പറ്റിയ ഒരു തടസ്സമാണ്. അപ്പോഴാണ് രാഹുൽ ഗാന്ധി പുതിയൊരു ആഹ്വാനം CPM-ന്റെ കൂടെ കൂടി. CPM-ന്റെ എല്ലാ ഗുണങ്ങളും രാഹുൽ ഗാന്ധിക്കും KC വേണുഗോപാലിനും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കോൺഗ്രസ്സുകാർ സഖാക്കളെ പോലെ ബക്കറ്റ് പിരിവായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്റെ കോൺഗ്രസ്സേ, നിങ്ങൾക്ക് ജനങ്ങൾ കാശ് തരില്ല. 60 കൊല്ലം ഇന്ത്യ ഭരിച്ച് കട്ടുമുടിച്ച കോൺഗ്രസ്, നിങ്ങളുടെ അഴിമതിയുടെ ആഴം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. 60 കൊല്ലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന്, 100 വർഷം പിന്നിടുന്ന കോൺഗ്രസിന്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അഭിമാനിക്കുന്ന കോൺഗ്രസിന് ഡൽഹിയിൽ ഒരു പാർട്ടി ഓഫീസ് വരെയില്ല. ഡൽഹിയിൽ AICCക്ക് ഒരു സ്വന്തമായി പാർട്ടി ഓഫീസിൽ എവിടെ ഇരിക്കുന്നത്? ഒരു MP-ന്റെ ബംഗ്ലാവിലാണ് KC വേണുഗോപാൽ ഇരിക്കുന്നത്. ഒരു MP-ന്റെ ബംഗ്ലാവിലാണ് അനിൽ ആന്റണിക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു കുടുസുമുറിയിലാണ് രാഹുൽ ഗാന്ധി ഇരിക്കുന്നത്. സ്വന്തമായി ഒരു പാർട്ടി ഓഫീസ് പോലും അവർക്കില്ല. എന്നാൽ നിങ്ങൾ അറിയുമോ, ആഭ്യന്തര മന്ത്രിയായിരുന്ന, പ്രതിരോധ മന്ത്രിയായിരുന്ന ചിദംബരം, ആ ചിദംബരത്തിന് യൂറോപ്പിൽ ഫാം ഹൗസ് ഉണ്ട്. ആ ഫാം ഹൗസിന്റെ വില 10,000 കോടി രൂപയാണ്. നമ്മുടെ പ്രിയ രാഹുൽ ഗാന്ധിയുടെ പുതിയാപ്പള്ള നിങ്ങൾക്കറിയോ? രാഹുൽ ഗാന്ധിയുടെ സിസ്റ്റർ നിങ്ങൾക്കറിയാം, പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധിയുടെ കെട്ടിയവന്റെ പേര് റോബർട്ട് വദ്ര. റോബർട്ട് വദ്രക്ക് കൊട്ടാര സദൃശമായ 1 ഡസൻ ഫ്ലാറ്റുകൾ ഇംഗ്ലണ്ടിലുണ്ട്. ഇന്നത്തെ മാർക്കറ്റ് വിലയനുസരിച്ച് 25,000 കോടി വിലമതിക്കും. സോണിയാഗാന്ധിയും കോൺഗ്രസും ഇവിടുത്തെ ഫണ്ടൊക്കെ കട്ടുമുടിച്ച് ഇങ്ങ് വിദേശത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് KC വേണുഗോപാൽ കോൺഗ്രസ്സുകാരോട് പറയാണ്, ഞങ്ങളുടെ കയ്യിൽ കാശ് കുറവാണ്, മുണ്ട് മുറുക്കിയെടുത്തോ. എന്റെ KC വേണുഗോപാല, ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കോൺഗ്രസ്സുകാർക്ക് മുറുക്കി ഉടുക്കാൻ അരക്ക് മുണ്ട് പോലും ഉണ്ടാവില്ല. കോൺഗ്രസ് അത്ര ദയനീയമാണ് നിങ്ങളുടെ സ്ഥിതി, അത്ര ദയനീയമാണ് നിങ്ങളുടെ സ്ഥിതി. അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ച നേതാവാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയെ സർവശക്തൻ ഭൂമിയിലേക്ക് അയച്ചത് അഴിമതി തുടച്ചു നീക്കാൻ വന്ന ഒരു രാഷ്ട്രീയ അവതാരമാണ് നരേന്ദ്രമോദി. നിങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെന്ന് നരേന്ദ്രമോദിയെ മനസ്സിൽ ധ്യാനിച്ച്, പ്രിയപ്പെട്ട ദേശസ്നേഹികളെ, വികസനത്തിന്റെ ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ആദരണീയനായിട്ടുള്ള നേതാവ് കേന്ദ്ര പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ജി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ എല്ലാവരും ഉറക്ക മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി, ജയ് ജയ് BJP, ജയ് ജയ് NDA, വരണം വരണം മോദി സർക്കാർ, വരണം 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 വരണം, ഇനിയും വരണം, ഇനിയും വരണം. നമ്മുടെ ആദരണീയനായിട്ടുള്ള ശ്രീ രാജ്നാഥ് സിംഗ് ജി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. രാജ്നാഥ് സിംഗ് ജി കി, നരേന്ദ്രമോദി ജി കി, നരേന്ദ്രമോദി ജി കി, ജയ് ജയ് NDA, ഭാരത് മാതാ കി, ഭാരത് മാതാ കി, വരണം 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 വരണം, വീണ്ടും വരണം, വീണ്ടും വരണം. രാജ്നാഥ് സിംഗ് ജി കി, നരേന്ദ്രമോദി കി, ജയ് ജയ് BJP, ജയ് ജയ് NDA, जय जय भारत माता, भारत माता के, भारत माता के, वरणम 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 वरण,
ഉറക്കെ വിളിക്കണം. വരണം, വരണം, വീണ്ടും വരണം, വീണ്ടും വരണം. ജയ് ജയ് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയ നേതാവ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം വേദിയിലേക്ക് എത്തുന്നതാണ്. അതുവരെ ഉറക്കെ ഉറക്കെ മുദ്രാവാക്യം വിളിക്കണം. വരണം, 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 വീണ്ടും വരണം. അഡ്വക്കേറ്റ് വി എ സൂരജ്, കരമന ജയൻ, ലിജിൻ രാജ് എന്നിവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ അനിൽ കെ ആന്റണി. അഡ്വക്കേറ്റ് വി എ സൂരജ്. കരമന ജയൻ. അടുത്തത് മണ്ഡലം കമ്മിറ്റിയുടെ സ്വീകരണമാണ്. അഖിൽ രവീന്ദ്രൻ, കെ വി നാരായണൻ, കെ ആർ സോജി, ടി ബി ബിനു, റോയി ചാക്കോ, അഡ്വക്കേറ്റ് പി രാജേഷ് എന്നിവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് ഉപഹാരം നൽകുന്നതിനായിട്ട് പള്ളിക്കത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ബിജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
കാഞ്ഞിരപ്പള്ളിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ ഉപഹാരത്തിനായിട്ട് മണ്ഡലം പ്രസിഡന്റുമാരെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയെ ക്ഷണിച്ചുകൊള്ളുന്നു സംസാരിക്കുന്നതിനായിട്ട്. भारत माता की, भारत माता की, भारत माता की. ഏറ്റവും ബഹുമാന്യനായ ആദരണീയനായ ശ്രീ രാജ്നാഥ് സിംഗ് ജി, ഇന്നിവിടെ വന്നിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെയും എല്ലാ സഖ്യകക്ഷികളുടെയും പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന നേതാക്കൾ, ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അമ്മമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി. ഈ വരുന്ന ഈ തെരഞ്ഞെടുപ്പ് ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഫൈനൽ ലാപ്പുകളിലെത്തി. ഈ തെരഞ്ഞെടുപ്പ് ഒരു MP അല്ലെങ്കിൽ കുറച്ച് MP മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല. ഇത് അടുത്ത 5 വർഷം ഇന്ത്യ ആര് ഭരിക്കും, ഇന്ത്യ ആര് നയിക്കും, ഏത് പാർട്ടി ഭരിക്കും, ഏത് മുന്നണി ഭരിക്കും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാകും, ഇതൊക്കെ തീരുമാനിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ, ഈ 2024 തെരഞ്ഞെടുപ്പിൽ എനിക്കും നിങ്ങൾക്കും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി അറിയാം. അതായത് 2024 തെരഞ്ഞെടുപ്പിൽ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ദേശീയ ജനാധിപത്യ മുന്നണി, ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി 2014-ലും 2014-ലേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ BJPക്ക് 370-ഉം NDAക്ക് 400-ലും അധികം സീറ്റുകളോടെ 3-ാം തവണയും തിരിച്ചു വരും. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇന്ന് നരേന്ദ്രമോദിജി അദ്ദേഹം 3-ാമത്തെ ടേമിലും അദ്ദേഹം ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. കഴിഞ്ഞ വർഷം ഇന്ത്യ ലോകത്തിലെ 5-ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി. മോദിജിയുടെ 3-ാമത്തെ ടേമിൽ നമ്മൾ 3-ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും. ഇങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗം അദ്ദേഹം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ക്ഷേമ പദ്ധതികളും അദ്ദേഹം ഇന്ന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ ഇന്ന് തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ 10 വർഷം. അതിൽ ഓരോ പദ്ധതിക്കും കോടിക്കണക്കിന് ഗുണഭോക്താക്കളുണ്ട്. ഒരു ഉദാഹരണം, പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗം മാത്രമായിട്ട് 4 കോടി, ജൽജീവൻ മിഷന്റെ ഭാഗമായിട്ട് 40 കോടി ഗുണഭോക്താക്കൾ, ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് 50 കോടിയിലധികം ഗുണഭോക്താക്കൾ. ശ്രീ പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഈ പത്തനംതിട്ടയിൽ തന്നെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. ഈ പത്തനംതിട്ടയിൽ മാത്രം 5 ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് ഇന്ന് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വീട്ടുമുറ്റത്ത് വെള്ളം എത്തിച്ചു കൊടുക്കുന്നത്. ഇന്ന് ഈ പത്തനംതിട്ട ജില്ലയിലും മണ്ഡലത്തിലും മാത്രം ഇന്ന് 5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഇന്ന് പ്രതി ഓരോ 4 മാസവും ഒരു വേതനം നൽകുന്നു. മാതൃവന്ദനായ പദ്ധതിയുടെ ഭാഗമായിട്ട് 10,000-ത്തിലധികം ഗുണഭോക്താക്കൾ, 1.5 ലക്ഷത്തോളം മൃഗങ്ങൾക്ക് ഇവിടെ വാക്സിനേഷൻ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഒരു MP-യും ഒരു MLA-യും ഇല്ലെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ കേരളത്തിലും 300-ലധികം പദ്ധതികൾ അദ്ദേഹം നടപ്പാക്കുന്നു. ഇന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്ന രാജ്യമാണ്. ഇന്ന് ഡിജിറ്റൈസേഷൻ്റെ കാലമാണ്. ഈ ഡിജിറ്റൈസേഷൻ്റെ കാലത്ത് ഇന്ന് മോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ന് 3-ാമത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഇക്കോണമിയായി മാറി. ഓരോ രംഗത്തും നമ്മൾ കഴിഞ്ഞ 67 വർഷത്തിൽ കാണാത്തതിനേക്കാൾ വികസനമാണ് കഴിഞ്ഞ 10 വർഷത്തിൽ നടക്കുന്നത്. അപ്പം ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. 2014-ൽ ഇന്ത്യയിലെല്ലാം കൂടെ 500 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്നു. ഇന്ന് അത് വികസിച്ച് ഇന്ന് 1.25 ലക്ഷത്തോളം സ്റ്റാർട്ടപ്പുകളും ഈ സ്റ്റാർട്ടപ്പ് രംഗത്ത് മാത്രം 25 ലക്ഷം യുവതിയുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നു. പ്രതിരോധ രംഗത്ത് ശ്രീ രാജ്നാഥ് ജി നേതൃത്വം നൽകുന്ന പ്രതിരോധ രംഗത്ത് ഇന്ന് എക്സ്പോർട്ടുകൾ
പണ്ട് 500 കോടിയായിരുന്ന എക്സ്പോർട്ടുകൾ 2014 500 കോടിയോളം ഉണ്ടായിരുന്ന എക്സ്പോർട്ടുകൾ ഇന്ന് 50,000 കോടി പിന്നിട്ട് കഴിഞ്ഞു. ഇതുപോലെ ഓരോ രംഗത്തും നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വികസനം നടക്കുന്നു. ഇവിടെ പക്ഷേ വികസനം നടക്കുമ്പോഴും ഈ കേരളത്തിൽ എന്താണ് നടക്കുന്നത്? ഈ നിൽക്കുന്ന പത്തനംതിട്ടയിൽ എനിക്കെതിരെ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ശ്രീ തോമസ് ഐസക്കുണ്ട്, ശ്രീ ആന്റോ ആന്റണിയുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാര്യം ഇങ്ങനെ ഒരു മണ്ഡലത്തിൽ ഇവിടെ വന്നപ്പോൾ കാണുന്നത് ഇത്രയും പൊട്ടൻഷ്യലുള്ളൊരു മണ്ഡലം, ഇത്രയും യുവാക്കളുള്ള മണ്ഡലം, 50-ലധികം കോളേജുകളുള്ളൊരു മണ്ഡലം. ഇങ്ങനെ ഒരു മണ്ഡലത്തിൽ ഒരു IT പാർക്കില്ല, ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല, ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ ഇല്ല, ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ POCUവിൻ്റെ ഒരു യൂണിറ്റ് ഇല്ല. ഇങ്ങനെയാണ് ഇവിടെ. അതുപോലെ ശ്രീ തോമസ് ഐസക്, അദ്ദേഹം ഒരുപാട് നാള് MLA ആയി മന്ത്രിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഇന്ന് സംസ്ഥാനം വലിയൊരു കടക്കണിയിലാണ്. ഇന്ന് കേരള സർക്കാരിന് അവരുടെ എംപ്ലോയീസിന് സാലറിയും പെൻഷനും പോലും കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഒരു അവസരത്തിൽ LDFന് ഇവിടെ വികസനം കൊണ്ടുവരാൻ സാധിക്കില്ല. LDFന് കേരളത്തിൽ ഒരിടത്തും വികസനം കൊണ്ടുവരാൻ സാധിക്കില്ല. കാര്യം അവരുടെ കയ്യിൽ കാശില്ല. അതുപോലെ കഴിഞ്ഞ 15 വർഷം ഇവിടെ ഒരു MP ഉണ്ട്. പക്ഷേ ഇവിടെ വികസനം മുരടിപ്പല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ല. എന്നിട്ട് ഈ MP അദ്ദേഹത്തിൻ്റെ കാര്യക്ഷമത, അദ്ദേഹം കഴിഞ്ഞ 15 വർഷം ഒന്നും ചെയ്യാതിരിക്കുന്നത് ജനങ്ങളുടെ മുന്നിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടി അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം സമൂഹത്തിൽ വർഗീയത കുത്തിവെക്കാൻ നോക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി മാത്രം അദ്ദേഹം പാകിസ്ഥാന്റെ തീവ്രവാദ ശ്രമങ്ങളെ വെള്ളപൂശാൻ ശ്രമിച്ചു. പുൽവാമ ആക്രമണത്തിന് പാകിസ്ഥാന്റെ പങ്ക് വെള്ളപൂശാൻ ശ്രമിച്ചു. ഇതുപോലൊരു MPയെ നിങ്ങൾക്ക് വേണോ? 15 വർഷം വികസനം നടന്നിട്ടില്ല. വികസനത്തിന്റെ കൂടെ തന്നെ പ്രീണന രാഷ്ട്രീയം, നമ്മുടെ എതിരാളികളുടെ തീവ്രവാദ ശ്രമങ്ങളെ പോലും വെള്ളപൂശാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഒരു MPയെ ഇവിടെ വേണോ? അതുപോലെ ശ്രീ തോമസ് ഐസക്, അദ്ദേഹം ധനകാര്യമന്ത്രിയായി, ഒരുപാട് പ്രാവശ്യം MLA ആയി, ഒരിടത്തും വികസനം ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് കേരള സർക്കാരിൻ്റെ കയ്യിൽ പണവുമില്ല. ഇവിടെ വികസനം കൊണ്ടുവരുമോ? അപ്പോൾ ഇന്ത്യയിൽ മറ്റെല്ലായിടത്തും കാണുന്നത് പോലെ ഇവിടെയും വികസനം വേണം, ഇവിടെയും തൊഴിലവസരങ്ങൾ വേണം, ഇവിടെയും അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, ഇവിടെയും നല്ല രീതിയിൽ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ വേണം. ഈ നാട് നന്നായി മുന്നോട്ട് പോകണം. ഇതിനെല്ലാം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പോലെ ഇന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. നല്ല രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വരുന്നു, നല്ല രീതിയിലുള്ള വികസനം വരുന്നു. പക്ഷേ ഇതൊന്നും ഇവിടെ കാണുന്നില്ല. ഇതൊക്കെ ഇവിടെ വരണമെങ്കിൽ ശ്രീ നരേന്ദ്രമോദിജിയെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് വിജയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾ നോക്കൂ, അയോധ്യ, അതുപോലെ വാരണാസി, അതുപോലെ തിരുപ്പതി, ഇതെല്ലാം വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഇവിടെയെല്ലാം പ്രതിവർഷം കോടിക്കണക്കിന് തീർത്ഥാടകർ പോകുന്നു. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ തന്നെ നിങ്ങൾ 6 വരി പാതകൾ കാണും. ഇവിടെ എല്ലാം പോകുമ്പോൾ നിങ്ങൾ 8 വരി പാതകൾ കാണും. ഇവിടെ എല്ലാം പോകുമ്പോൾ നിങ്ങൾ എല്ലാ തരക്കാർക്കും വേണ്ട രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കാണും. ഇന്ന് അവിടെയും അതേ സ്റ്റാൻഡേർഡിലുള്ള മെട്രോ സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നു. അന്താരാഷ്ട്രങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ ഈ നാടിന് വികസനം ഉണ്ടാകാൻ, ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങൾക്കൊപ്പം വികസനം ഉണ്ടാകാൻ, ഇവിടെയും നല്ല തൊഴിലവസരങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ലോകാത്തര നിലവാരമുള്ള വികസനങ്ങൾ, ഇതെല്ലാം വരണമെങ്കിൽ ശ്രീ നരേന്ദ്രമോദിജിയെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കണം. അതിന് നിങ്ങളെല്ലാവരും എന്നെ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഞാൻ നിർത്തുകയാണ്. നന്ദി. ഭാരത് മാതാ കി. അടുത്തതായിട്ട് നമ്മുടെ ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിന് പരിഭാഷയ്ക്കായിട്ട് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോർജ് കുര്യൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. बोलिए भारत माता की. वंडरफुल. Candidate from this constituency, young and very dynamic leader of the Bharatiya Janata Party, Anil K. Antony. BJP National Secretary Mr. A.P. Abdul Lakuti, Mr. Alfonso Kannathanam, National Committee Member, Advocate G. Raman Nair, Dr. J. Pramila Devi, BJP State Vice President, Advocate George
Korean, BJP State General Secretary, Mr. B. Jayachandran Nair, BJP State Vice President, Mr. Yan Hari, BJP Meghalaya President, Sri V.N. Manoj, Meghalaya Vice President, Advocate Noble Matthew, Minority Morcha National Vice President, Mr. Lijin Lal, BJP Kottayam District President, Advocate V.A. Suraj, Parliament Convener, Mr. Arun Prakash, OBC Morcha State General Secretary, Sri A. Annapurna. This is Annapurna is the Vande Mataram singer. Where is Annapurna? Annapurna is. Where is Annapurna? അന്നപൂർണ്ണ എവിടെയാണുള്ളത്? വന്ദേ മാതരം പാടിയേ Oh. കൈവക്കിയാൽ മതി. Brothers and sisters, Sahodari, Sahodaran Mare, Ellalla Varkum Namaskaram. My pronunciation is correct. ഉച്ചാരണം ശരിയാണോന്ന്? Brothers and sisters, I am unable to deliver my speech in Malayalam. No doubt, Malayalam language is very beautiful language. But I can't deliver my speech in Malayalam. Hence, I will deliver my speech in Hindi, and that will be translated by my dear friend, Mr. D. Raza. പ്രിയമുള്ളവരെ, ഇവിടുത്തെ സ്ഥാനാർത്ഥി ശ്രീ അനിൽ കെ ആന്റണി വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ഇവിടെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ്. എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ സാധിക്കുകയില്ല. മലയാളം വളരെ സുന്ദരമായിട്ടുള്ളൊരു ഭാഷയാണ്. പക്ഷേ എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കില്ല. ഞാൻ ഹിന്ദിയിൽ ഞാനിവിടെ പ്രസംഗിക്കും, അതിവിടെ പരിഭാഷപ്പെടുത്തും. Brothers and sisters, यदि आज मैं पत्थनमथिट्टा में यहाँ पर आया हूँ तो भारतीय जनता पार्टी के बहुत ही यंग और डायनेमिक लीडर मिस्टर अनिल के एंटनी के लिए वोट मांगने आया हूँ. बहनों भाइयों, ही सन ऑफ वेरी सीजन्ड एंड वेटरन लीडर respected Sri A.K. Antony. I was very surprised when I read his statement in the papers where he had said he should lose, he should not win. I have very high regard for his father, A.K. Antony ji. പത്തനംതിട്ടയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ അനിൽ കെ ആന്റണിക്ക് വോട്ട് തേടി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്ക് വളരെ മുതിർന്ന നേതാവായിട്ടുള്ള എ കെ ആന്റണിയോട് വളരെയധികം ബഹുമാനമാണുള്ളത്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിൻ്റെ മകൻ തോൽക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തോടുള്ള അത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോടുള്ള ബഹുമാനം മുഴുവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. ब्रदर्स एंड सिस्टर्स, ए.के. एंटनी जी के प्रति मेरे दिल में बहुत बड़ा सम्मान है. ए.के. एंटनी जी ने डिफेंस मिनिस्टर के रूप में सर्व किया है और इस समय मैं डिफेंस मिनिस्टर के रूप में अपनी जिम्मेदारी इस कंट्री में निभा रहा हूं. मैं कह सकता हूं ए.के. एंटनी जी के बारे में कि उनकी ऑनेस्टी और इंटीग्रिटी पर कोई क्वेश्चन मार्क नहीं लगा सकता. भले ही वह कांग्रेस में हैं, लेकिन मैं इस बात को कहना चाहता हूं और यह सभी के द्वारा एडमायर्ड हैं, सभी के द्वारा उनकी प्रशंसा की जाती है. എ.കെ. ആന്റണി വളരെ ബഹുമാന്യനാണ്. അദ്ദേഹത്തെ പറ്റി എനിക്ക് വളരെയധികം ബഹുമാനമാണുള്ളത്. അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായിരുന്നു. ഞാനിപ്പോൾ രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയിൽ തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ
അദ്ദേഹം വളരെ ബഹുമാന്യനാണ്. അദ്ദേഹത്തെ പറ്റി നല്ല കാര്യങ്ങളെ പറയാനുള്ളൂ. मैं जानता हूं कि AK एंटनी जी ही इज द मैन ऑफ प्रिंसिपल. मैं उनकी कंपल्सन्स को समझता हूं. पार्टी का एक डिसिप्लिन लीडर होने के कारण उनके लिए बहुत डिफिकल्ट है कि वह हमारे अनिल एंटनी को सपोर्ट करें. അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പാർട്ടിയുടെ സമ്മർദ്ദമുണ്ടാകും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അനിൽ ആന്റണിയെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നത്. मैं एंटनी जी की इस कंपल्सन को अच्छी तरह समझ सकता हूं मेरे बहनों भाइयों, क्योंकि उनका एक पॉलिटिकल पार्टी के प्रति कमिटमेंट है. लेकिन हर के बावजूद एंटनी जी से कहना चाहूंगा कि अनिल एंटनी आपके सन हैं. आप उनके फेवर में वोट भले ही न कास्ट करें, आप अनिल एंटनी के फेवर में भले ही कन्वेंसिंग न करें, क्योंकि आप बहुत एक प्रिंसिपल वाले व्यक्ति हैं, लेकिन एक फादर होने के कारण मैं आपसे रिक्वेस्ट करना चाहता हूं, आपकी ब्लेसिंग तो बराबर अनिल एंटनी के साथ होनी चाहिए. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അനിൽ ആന്റണിയെ പിന്തുണയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അങ്ങയുടെ പുത്രനാണ് അനിൽ ആന്റണി. അദ്ദേഹത്തിൻ്റെ മകനാണ്, അദ്ദേഹം അച്ഛനാണ്. തീർച്ചയായിട്ടും അടിസ്ഥാനപരമായിട്ട് വോട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അങ്ങയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വികാരം അനിൽ ആന്റണിയോടൊപ്പമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. रेस्पेक्टेड AK एंटनी जी हमारे जस्ट लाइक इल्डर ब्रदर हैं. यदि AK एंटनी जी हमारे इल्डर ब्रदर हुए तो अनिल एंटनी मेरा नेफ्यू हुआ. एंड आई कैन से अनिल एंटनी इज डूइंग एक्सलेंट जॉब, एक्सलेंट वर्क इन द BJP एंड हैज ए वेरी ब्राइट फ्यूचर. തീർച്ചയായിട്ടും AK ആന്റണിയോട് ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ അനിൽ ആന്റണി വളരെ മഹത്തരമായിട്ടുള്ള പ്രവർത്തനമാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് മഹത്തായിട്ടുള്ള ഒരു ഭാവി ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. इस कंट्री में फॉरवर्ड लुकिंग यदि कोई पॉलिटिकल पार्टी है मेरे बहनों भाइयों, वह पॉलिटिकल पार्टी है भारतीय जनता पार्टी. हिंदुस्तान का नौजवान यह चाहता है कि भारतीय जनता पार्टी को आगे जाना चाहिए, और वह हिंदुस्तान का नौजवान इस ग्राउंड रियलिटी को भी समझता है कि इस नेशन को पूरे वर्ल्ड में हाइट देने का काम कोई कर सकता है तो केवल बीजेपी कर सकती है. തീർച്ചയായിട്ടും ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അധികാരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വരണം. ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നു, അടിസ്ഥാന വികസനത്തിന് വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നതെന്ന് ഈ ലോകത്തിലെ ജനങ്ങൾക്കറിയാം. ഭാരതീയ ജനതാ പാർട്ടി ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനം വേറൊരു പാർട്ടിക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന്. भारतीय जनता पार्टी इस कंट्री के बेटर फ्यूचर के लिए तो काम करती ही है, लेकिन साथ ही एक बेटर फ्यूचर इस देश के नौजवानों का होना चाहिए. इसके लिए फुल्ली डेडिकेटेड कोई एक पॉलिटिकल पार्टी है तो पॉलिटिकल पार्टी का नाम है भारतीय जनता पार्टी. ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ ഈ രാജ്യത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വികസനത്തിന് വേണ്ടി സമർപ്പിതമായിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. एंटनी जी से मैं इतना ही कहना चाहता हूं, आप हमारे एंटनी को एक प्रिंसिपल लीडर होने के कारण भले ही आप सपोर्ट न करें, उन्हें वोट न दें, लेकिन इतना ही आपसे बार बार मैं रिक्वेस्ट करूंगा कि कम से कम ये आपके सन हैं और उनकी आप ब्लेसिंग हासिल करें. और मैं अनिल एंटनी को भी यह सजेस्ट करना चाहूंगा, जिस दिन पोलिंग हो पहला काम यह करना कि अपने फादर के पास जाकर उनका पैर टच करना, उनकी फीट को टच करने के बाद ही तब आप वोट कास्ट करने के लिए जाना. यह मैं अनिल एंटनी को सजेस्ट करना चाहूंगा. തീർച്ചയായിട്ടും ഈ രാജ്യത്ത് പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ഭാരതീയ
ജനതാ പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, അനിൽ ആന്റണിയോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, മുതിർന്നവരുടെ പാദം തൊട്ടിട്ട് വേണം വോട്ട് പിടിക്കുവാൻ വേണ്ടി അദ്ദേഹം പോകാനെന്ന്. बहने भाइयों, कल केरला की 3 पब्लिक मीटिंग्स को मैंने एड्रेस किया है, कासरगोड, बड़करा और कन्नूर। केरला की जनता में जो मैंने एक उत्साह मोदी जी के प्रति देखा है, भारतीय जनता पार्टी को देखा है, बहनों भाइयों, मेरा विश्वास पक्का हो गया है कि इस बार केरल में भारतीय जनता पार्टी को डबल डिजिट सीट्स पर विक्ट्री हासिल करने से दुनिया की कोई ताकत नहीं रोक सकती है। ഞാൻ കഴിഞ്ഞ ദിവസം കാസർഗോഡും കണ്ണൂരും ആ ജില്ലകളിൽ ഞാൻ പോയിട്ടാണ് വരുന്നത്. ഞാൻ അവിടുത്തെ ജനങ്ങളിൽ ഒരു ഉത്സാഹം കാണുകയുണ്ടായി. അതെന്തിൻ്റെ ഉത്സാഹമാണ്? ഭാരതീയ ജനതാ പാർട്ടിക്ക് 2 ഡിജിറ്റിലുള്ള സീറ്റുകൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് അത് തെളിയിക്കുന്നതെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. बीजेपी लेडी एनडीए गवर्नमेंट ने प्राइम मिनिस्टर मोदी जी के लीडरशिप में 10 वर्षों में, बहनों भाइयों, इस भारत का स्ट्रेचर पूरी इंटरनेशनल कम्युनिटी में बढ़ाने में कामयाबी हासिल की है। അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിൽ ഇവിടുത്തെ നിക്ഷേപം എന്ന് പറയുന്നത് അഖില ലോക അടിസ്ഥാനത്തിൽ ഏറ്റവും വലുതായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. पहले इंटरनेशनल फोरम पर भारत कुछ बोलता था तो भारत की बातों को जितनी सीरियसली लिया जाना चाहिए इंटरनेशनल कम्युनिटी नहीं लेती थी, लेकिन आज इंटरनेशनल फोरम पर भारत कुछ भी बोलता है तो सारी दुनिया कान खोल कर सुनती है भारत बोल क्या रहा है। यह भारत का स्ट्रेचर सारी दुनिया में बना है। ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിലെ ഭരണാധികാരികൾ അന്താരാഷ്ട്ര തലത്തിൽ പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതാരും ശ്രദ്ധിക്കില്ലായിരുന്നു. ഇന്ന് ഭാരതത്തിലെ ഭരണാധികാരി അന്താരാഷ്ട്ര വേദികളിൽ പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതെല്ലാവരും വളരെ സാധൂകം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഭാരതത്തിന്റെ ശക്തി വർദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. इंडियन इकोनॉमी ने पिछले 10 वर्षों में एक हाई जंप लगाई है मेरे बहनों भाइयों। आज के 10 वर्ष पहले हमारा भारत इकोनॉमी की साइज के मामले में वर्ल्ड में 11th पोजीशन पर खड़ा था, लेकिन 7-8 वर्षों के अंदर ही हमारे प्राइम मिनिस्टर मोदी जी ने वह करिश्मा कर दिया कि जो भारत पूरे वर्ल्ड में 11th पोजीशन पर खड़ा था वह जंप लेकर वह 5th पोजीशन पर आ गया है। और सारी फाइनेंशियल फर्म्स, इंटरनेशनल फाइनेंशियल फर्म्स और इकोनॉमिस्ट अब यह दावा कर रहे हैं कि 2027 प्रारंभ होते ही भारत की इकोनॉमी को वर्ल्ड की 3rd इकोनॉमी बनने से दुनिया की कोई ताकत रोक नहीं सकती। ഭാരതത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ പറ്റി പറയുകയാണെങ്കിലോ 10 വർഷം മുമ്പ് നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വരുന്ന അവസരത്തിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് ലോകത്തിലെ 11ാമത്തെ സ്ഥാനമായിരുന്നു. പക്ഷേ അദ്ദേഹം ഭരണത്തിലിരുന്നതിന് ശേഷം 7-8 വർഷം കഴിഞ്ഞ അവസരത്തിൽ ഏതാണ്ട് ഭാരതത്തിന്റെ സാമ്പത്തിക സ്ഥിതി ആ 11ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്തേക്ക് കുതിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങൾ, അതുപോലെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട്, 2027 ആകുമ്പോഴത്തേക്കും ഭാരതം ഈ ലോകത്തിലെ 3ാം സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് അവർ അംഗീകരിക്കുന്ന ഒരു കാര്യം. बहनों भाइयों, पिछले 10 वर्षों में हमारी गवर्नमेंट के ऊपर एक भी करप्शन का चार्ज नहीं लगा है। मैं आपको याद दिलाना चाहता हूं, इसके पहले जब भी यहां पर कांग्रेस की गवर्नमेंट रही है, हर गवर्नमेंट के ऊपर करप्शन के चार्जेज लगे हैं, लेकिन लगातार 10 वर्षों तक काम करने के बावजूद बीजेपी गवर्नमेंट के ऊपर एक भी करप्शन का चार्ज नहीं लगा है। यह है हमारी सरकार, जो कि नीट और क्लीन गवर्नमेंट यदि कोई दे सकता है इस कंट्री को तो केवल और केवल भारतीय जनता पार्टी दे सकती। 10 വർഷം ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചതിന് ശേഷം ഒരു അഴിമതി ആരോപണം പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിന്റെ പേരിലുണ്ടായിട്ടില്ല. നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്, കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എന്നൊക്കെ അവർ ഭരിച്ചിട്ടുണ്ടോ അന്നെല്ലാം തന്നെ അഴിമതിയുടെ കുത്തൊഴുക്കുകളായിരുന്നു.
പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ 10 വർഷം ഭരിച്ചിട്ടും ഒരഴിമതി ആരോപണം പോലും ഉന്നയിക്കുവാൻ സാധിച്ചില്ല. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അർപ്പണബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഭരണത്തിന്റെ ഫലമായിട്ട് വളരെ ശുദ്ധമായിട്ടുള്ള, അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ആ ഭരണം കാഴ്ചവെക്കുവാൻ കേവലം ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. अनिल एंटनी के फादर के ऊपर एक भी करप्शन का चार्ज नहीं लगा है, इसलिए फिर से मैं इनके फादर AK एंटनी जी का वेलकम करना चाहता हूं. लेकिन कांग्रेस के बहुत सारे मिनिस्टर्स के ऊपर करप्शन के चार्जेज लगे, यहां तक कि कांग्रेस के मिनिस्टर्स को, कांग्रेस गवर्नमेंट के मिनिस्टर्स को जेल की भी हवा खानी पड़ी थी. बहनों भाइयों, അതുപോലെ തന്നെ അനിൽ ആന്റണിയുടെ പിതാവിനെ പറ്റി എനിക്ക് വളരെയധികം ബഹുമാനമാണ് ഈ കാര്യത്തിലുള്ളത്. അദ്ദേഹം അഴിമതി കാണിച്ചിട്ടില്ല. പക്ഷേ കോൺഗ്രസിന്റെ മറ്റ് മന്ത്രിമാരെല്ലാം തന്നെ അഴിമതിയിൽപ്പെട്ട് അഴിമതിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. राजीव गांधी भारत के प्राइम मिनिस्टर थे. मैं किसी भी प्राइम मिनिस्टर को क्रिटिसाइज कभी नहीं करता हूं, क्योंकि मैं यह मानता हूं प्राइम मिनिस्टर इज द प्राइम मिनिस्टर. ही इज नॉट द इंडिविजुअल बट ही इज द इंस्टीट्यूशन. लेकिन राजीव गांधी जी ने अपनी मजबूरी जाहिर करते हुए कहा था, मैं क्या करूं, ऊपर से 100 पैसा भेजता हूं लेकिन बामुश्किल 14 पैसा लोगों की पॉकेट में पहुंच पाता है. 86 पैसा यह करप्शन की भेंट चढ़ जाता है. രാജീവ് ഗാന്ധി അദ്ദേഹം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. ഒരു പ്രധാനമന്ത്രിയെ പറ്റി മോശം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അതൊരു വ്യക്തിയല്ല, സ്ഥാപനമാണ്. അദ്ദേഹം അഴിമതിയെ പറ്റി പറഞ്ഞ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, എന്ത് ചെയ്യുവാൻ സാധിക്കും, ഞാൻ മുകളിൽ നിന്ന് വിടുന്നു, 100 പൈസ വിട്ടുകഴിഞ്ഞാൽ, താഴോട്ട് വിട്ടുകഴിഞ്ഞാൽ 14 പൈസയാണ് ജനങ്ങളിലെത്തുന്നത്. 86 പൈസയും അഴിമതിയുടെ ഭാഗമായിട്ട് അപ്രത്യക്ഷമാകുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. इस चैलेंज को यदि पहली बार किसी ने इंडिया में स्वीकार किया है तो हमारे प्राइम मिनिस्टर मोदी ने स्वीकार किया है. उन्होंने जनधन, मोबाइल और आधार की एक ऐसी ट्रिनिटी बना दी कि बहनों भाइयों, आज दिल्ली के बैंक से 100 पैसा चलता है तो 100 का 100 पैसा आपकी पॉकेट में पहुंचता है. करप्शन भाषण देकर, करप्शन स्पीच देकर समाप्त नहीं किया जा सकता. करप्शन यदि समाप्त किया जा सकता है तो सिस्टम में चेंज लाकर करप्शन को मिनिमाइज किया जा सकता है. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതിന് അന്ത്യം വരുത്തിയത്. അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ജൻധനും അതുപോലെ തന്നെ ആധാർ, അതുപോലെ തന്നെ മൊബൈല്, ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംവിധാനം അദ്ദേഹം ഒരുക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഡൽഹിയിൽ നിന്ന് 100 പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് ജനങ്ങളിൽ 100 പൈസ തന്നെ കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് അഴിമതി ഇല്ലാതാക്കണമെങ്കിൽ ഒരു സംവിധാനത്തിലുള്ള മാറ്റമുണ്ടാക്കണം. ആ മാറ്റമുണ്ടാക്കിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. भारत दुनिया का ऐसा देश है जहां पर कि डिजिटल ट्रांसफॉर्मेशन बड़ी तेजी के साथ हुआ है. बहनों भाइयों, हमारे यहां 5G तेजी के साथ रोल आउट हो रहा है और 6G का प्लान हम लोगों ने तैयार कर लिया है. और मैं यह कह सकता हूं कि आज भारत दुनिया का पहला देश है कि यहां UPI के माध्यम से डिजिटल ट्रांजैक्शन पूरे वर्ल्ड में जितना होता है उसका 46% केवल और केवल इंडिया में होता है. ഈ രാജ്യം ഡിജിറ്റൽ രംഗത്ത് കുതിച്ചു കയറുകയാണ്. നിങ്ങൾക്കറിയാം, 6G നടപ്പിലാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരികയാണ്. UPIയുടെ അടിസ്ഥാനത്തിലുള്ള ആ ട്രാൻസ്ഫർ നടക്കുന്ന അവസരത്തിൽ ലോകത്തിൽ മുഴുവൻ നടക്കുന്ന ആ ട്രാൻസ്ഫറിൽ 46% ഭാരതത്തിലാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. पहले भारत में बहनों भाइयों 92% मोबाइल हम इंपोर्ट करते थे, दुनिया के दूसरे देशों से मंगाते थे. आज भारत मोबाइल की मैन्युफैक्चरिंग कर रहा है और 92% मोबाइल वर्ल्ड की दूसरी कंट्रीज को एक्सपोर्ट करने का काम कर रहा है. यह है हमारा भारत. സുഹൃത്തുക്കളെ, നേരത്തെ നമുക്ക് ആവശ്യമുള്ള മൊബൈലിൽ 92% ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് നമ്മൾ
ഇവിടെ മൊബൈൽ ഉൽപ്പാദിപ്പിച്ചിട്ട് 92% ലോകത്തിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ്. ഇതാണ് ഭാരതത്തിന്റെ പടിപടിയായിട്ടുള്ള വികസനത്തിന്റെ ഉദാഹരണമെന്ന് പറയുന്നത്. इस वर्ल्ड की सबसे क्रेडिबल पार्टी, सबसे विश्वसनीय, सबसे क्रेडिबल पॉलिटिकल पार्टी यदि कोई है तो भारतीय जनता पार्टी है. हमारे इलेक्शन मैनिफेस्टो को उठाकर कोई देख ले, इलेक्शन मैनिफेस्टो में पहले भी जो हम लोगों ने कहा है उसको हम लोगों ने किया है. हम लोगों ने आर्टिकल 370 जम्मू कश्मीर की समाप्त करने की बात कही थी. पार्लियामेंट में क्लियर मेजॉरिटी मिलने के बाद ही हम लोगों ने चुटकी बजाकर आर्टिकल 370 को बहनों भाइयों समाप्त कर दिया और अपने कमिटमेंट को हमने पूरा किया है. ഭാരതീയ ജനതാ പാർട്ടിയെ പോലെ വിശ്വസനീയമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഇല്ല എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കും. നമ്മുടെ പ്രകടന പത്രികയിൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കിയ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഭാരതീയ ജനതാ പാർട്ടി ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നാൽ നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദം 370 വകുപ്പ് റദ്ദ് ചെയ്യുമെന്ന്. എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയുവാൻ സാധിക്കും. ഭാരതീയ ജനതാ പാർട്ടി ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നതിന് ശേഷം ആ 370 വകുപ്പ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയുവാൻ സാധിക്കും. हमने सिटीजनशिप अमेंडमेंट एक्ट पास करने की बात कही थी, हम सीए लाएंगे और ये हमारा कमिटमेंट था और इस कमिटमेंट को भी हम लोगों ने पूरा किया है. लेकिन मैं यह बतलाना चाहता हूं, यह सिटीजनशिप अमेंडमेंट एक्ट किसी की भी सिटीजनशिप लेने वाला नहीं है, बल्कि लोगों को सिटीजनशिप देने वाला यह एक्ट है. लेकिन कांग्रेस के लोग, हमारे ये सीपीएम के लोग कॉमन मैसेज में कंफ्यूजन क्रिएट करने की कोशिश कर रहे हैं. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അത് നമ്മൾ നടപ്പിലാക്കുക തന്നെ ചെയ്തു. ഈ അവസരത്തിൽ ഞാനൊരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭേദഗതി കൊണ്ട് ആരുടെയെങ്കിലും ആ പൗരത്വം നമ്മൾ റദ്ദാക്കാനല്ല ആഗ്രഹിക്കുന്നത്, പൗരത്വം കൊടുക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. राम मंदिर बनाने का भी हमारा कमिटमेंट था बहनों भाइयों. राम मंदिर अयोध्या की धरती पर बन गया, राम मंदिर वहां खड़ा हो गया, उसकी प्राण प्रतिष्ठा हो गई. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നതാ നമുക്ക് കാണുവാൻ സാധിക്കും, അയോധ്യയിൽ രാമക്ഷേത്രം പണിത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മൾ വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നു. और मैं आपको यह भी बतलाना चाहता हूं, हमारी पॉलिटिकल पार्टी कास्ट, क्रीड और रिलीजन के बेसिस पर कोई डिस्क्रिमिनेशन करने वाली पॉलिटिकल पार्टी नहीं है. हम लोग पॉलिटिक्स करते हैं तो हम लोग केवल गवर्नमेंट बनाने के लिए पॉलिटिक्स नहीं करते, हम पॉलिटिक्स करते हैं तो नेशन बिल्डिंग के लिए पॉलिटिक्स करते हैं. അതുപോലെ നമ്മൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ ഈ പാർട്ടി ജാതിയുടെയോ മതത്തിന്റെയോ അല്ലെങ്കിൽ വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഭേദഭാവം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത് സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, ഈ സമൂഹത്തിലെ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. पंडित जवाहरलाल नेहरू थे, वह भी बराबर यही दावा करते रहे कि हम आएंगे, पॉवर्टी हटाएंगे. इंदिरा जी आई, वह भी कहती रहीं हम आएंगे, पॉवर्टी हटाएंगे. राजीव गांधी जी भी आए, वह भी कहते रहे हम पॉवर्टी भारत से मिटाएंगे. लेकिन बहनों भाइयों, कोई पॉवर्टी को मिनिमाइज भी नहीं कर पाया. पहली बार इंडिपेंडेंट इंडिया में 25 करोड़ लोगों को पॉवर्टी लाइन से ऊपर लाने में किसी ने सक्सेस हासिल की है, तो उस शख्स का नाम है नरेंद्र मोदी. ജവഹർലാൽ നെഹ്റു അധികാരത്തിൽ വന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ദിരാഗാന്ധിയും അത് തന്നെ പറഞ്ഞു, രാജീവ് ഗാന്ധിയും പറഞ്ഞു ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുമെന്ന്. പക്ഷേ അവർക്കാർക്കും ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുവാൻ സാധിച്ചില്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ദാരിദ്ര്യം ഇല്ലാതാക്കുവാനുള്ള ശ്രമം അത് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. അദ്ദേഹം ആദ്യമായിട്ട് 25 കോടി ജനങ്ങളെ ദാരിദ്ര്യരേഖയുടെ മുകളിലേക്ക് കൊണ്ടുവരുവാൻ നരേന്ദ്രമോദിക്ക് മാത്രമാണ് സാധിച്ചത്. हमारे जो पॉलिटिकल अपोनेंट्स हैं, इनके पास कोई इशू नहीं है, इसीलिए भारतीय जनता पार्टी के ऊपर रिलीजन के बेसिस पर डिस्क्रिमिनेशन का बार बार आरोप लगाते हैं. और मैं आपको याद दिलाना चाहता हूं, अरब
मुस्लिम कंट्री है, अरब के 5 कंट्रीज ने उनके यहाँ का जो सबसे बड़ा सम्मान होता था, वह सम्मान यदि किसी को दिया है तो भारत के प्राइम मिनिस्टर नरेंद्र मोदी जी को दिया है। അതുപോലെ തന്നെ പ്രതിപക്ഷങ്ങള് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനമുണ്ട് എന്ന് പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഈ ലോകത്തിലെ 5 മുസ്ലിം രാജ്യങ്ങള്, അറബ് രാജ്യങ്ങള് അവരുടെ ഏറ്റവും വലിയ ബഹുമതിയായിട്ടുള്ള ആ സമ്മാനങ്ങള് നരേന്ദ്രമോദിക്കാണ് കൊടുത്തത്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്കാണ് 5 അറബി രാജ്യങ്ങൾ അവരുടെ ഏറ്റവും വലിയ ബഹുമതി നൽകിയത്. हमारी पॉलिटिक्स का बेस रिलीजन बेसिस पर डिस्क्रिमिनेशन नहीं है, बल्कि जस्टिस, यह हमारी पॉलिटिक्स का आधार है। इंसाफ और जस्टिस और ह्यूमैनिटी, यही हमारे पॉलिटिक्स का आधार है। നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, നീതിയുടെ അടിസ്ഥാനത്തിലാണ്, സമത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. आप लोगों ने देखा होगा पिछले 10 वर्षों में भारत के साइंटिस्ट ने करिश्मा किया है। 10 सालों में हम मंगलयान के माध्यम से मंगल पर पहुंच गए। हमारा चंद्रयान 3 यह चंद्रमा के साउथ पोल पर लैंडर लैंड करने में कामयाब हो गया और हम वर्ल्ड की पहली कंट्री बने हैं जो कि चंद्रमा के मून के साउथ पोल पर हम अपना लैंडर उतारने में कामयाब हुए हैं। അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നത് കഴിവുള്ളവരാണ്. നമ്മൾ ചന്ദ്രയാൻ മംഗൾയാൻ 3 എന്ന പേരില് ആ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തില് ലാൻഡർ ഇറങ്ങുകയുണ്ടായി. നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഈ ലോകത്ത് ഒരേ ഒരു രാഷ്ട്രത്തിന് മാത്രമാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തില് അങ്ങനെ ലാൻഡ് ചെയ്യുവാൻ സാധിച്ചത്. അത് തീർച്ചയായിട്ടും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. बहनों भाइयों, आदित्ययान यह हमारे सूरज के नजदीक पहुंच गया है। अब भाजपा 5 वर्षों में गगनयान की लॉन्चिंग करने जा रही है। അതുപോലെ തന്നെ ഭാരതം ആ സൂര്യ നിരീക്ഷണത്തിന് വേണ്ടിയുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗഗൻയാൻ 5 വർഷത്തിനുള്ളിൽ സഫലമാകുക തന്നെ ചെയ്യും. ब्रदर्स एंड सिस्टर, सबकी लॉन्चिंग हो रही है, लेकिन कांग्रेस पार्टी के यंग लीडर की लॉन्चिंग पिछले 20 वर्षों में नहीं हो पाई है। कांग्रेस पार्टी का राहुल यान न तो लॉन्च हो पा रहा है और न तो कहीं लैंड कर पा रहा है। അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ നേതാവ് എങ്ങും ലോഞ്ചിങ് തുടങ്ങിയിട്ടില്ല, എങ്ങും എത്തിച്ചേർന്നിട്ടില്ല, എങ്ങും അത് ലാൻഡ് ചെയ്തിട്ടില്ല. കോൺഗ്രസിന്റെ യുവ നേതാവിന്റെ അവസ്ഥ ഇതാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. राहुल जी उत्तर प्रदेश से माइग्रेट करके केरल आ गए हैं। पिछली बार वह अमेठी, रायबरेली, उत्तर प्रदेश में चुनाव हार गए थे। मेरे बहनों भाइयों, इस बार अमेठी से लड़ने की वह हिम्मत नहीं कर पा रहे हैं, लेकिन इस बार वायनाड की जनता ने भी, मुझे जो खबर मिली है, मन बना लिया है कि इस बार हम राहुल जी को अपना मेंबर ऑफ पार्लियामेंट नहीं बनाएंगे। और आपने देखा कि एलडीएफ ने भी उनके खिलाफ अपना कैंडिडेट उसी कॉन्स्टिट्यूएंसी में फील्ड कर दिया। അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹം പരാജയ ഭീതി കൊണ്ട് അദ്ദേഹം കേരളത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. അമേഠിയിൽ അദ്ദേഹം തോറ്റിരിക്കുകയാണ്. ഇപ്രാവശ്യം അദ്ദേഹത്തിന് അവിടെ മത്സരിക്കുവാൻ ധൈര്യമില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്രാവശ്യം ഈ രാഹുൽ ഗാന്ധി ഒരു സ്ഥലത്തുനിന്നും ജയിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ്. कांग्रेस और लेफ्ट यहां आकर लड़ते हैं, लेकिन दिल्ली में जाकर या फिर मिल जाते हैं। या देश की जनता के आंखों में धूल झोंकने का काम करते हैं, या देश की जनता को धोखा देते हैं, देश की जनता को यह गुमराह करने की कोशिश करते हैं। ഈ രാഹുൽ ഗാന്ധിയെ ഈ LDF-കാര് പിന്തുണയ്ക്കുന്നവരാണ്. കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ LDF-കാരും ഇവിടെ മത്സരിക്കുന്നു എന്ന് അഭിനയിക്കുകയാണ്, ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. പക്ഷേ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ സൗഹൃദത്തിലാണ്. ഇവർ രാഷ്ട്രീയപരമായിട്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്, ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. बहनों भाइयों,
केरल की गवर्नमेंट, मैं जानता हूं कि इस केरल की गवर्नमेंट पर बहुत सारे करप्शन के चार्जेज हैं, कोऑपरेटिव स्कैम भी यहीं पर हुआ है। और मैं आपको यकीन दिलाना चाहता हूं कि हमारे कम से कम डबल डिजिट में मेंबर ऑफ पार्लियामेंट को आप जिताकर पार्लियामेंट में भेजिए। जो भी करप्शन के चार्जेस इस गवर्नमेंट पर लगे हैं उसकी प्रॉपर इंक्वायरी हमारी सेंट्रल गवर्नमेंट कराएगी। അതുപോലെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, കേരളത്തിലെ സർക്കാർ അഴിമതികൾ നിറഞ്ഞ സർക്കാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ പാർലമെന്റിലേക്ക് അയക്കോ. യാതൊരു അഴിമതിയുടെയും ആ ചരിത്രമില്ലാത്ത പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കും. जहां एक बार जिस स्टेट ने कांग्रेस और कम्युनिस्ट को अपने हाथ से एग्जिट दे दिया है, फिर दोबारा वहां पर कांग्रेस और लेफ्ट की एंट्री किसी भी सूरत में नहीं हो पाई। അതുപോലെ തന്നെ ഈ കോൺഗ്രസ്സുകാർക്കും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഏതെങ്കിലും സംസ്ഥാനത്ത് പരാജയമേറ്റിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ ജനങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ജയിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കില്ല, അവിടെ ജയിച്ചതായിട്ട് കാണുവാൻ സാധിക്കില്ല. आपकी नेबरिंग स्टेट तमिलनाडु है। तमिलनाडु में कांग्रेस ने लास्ट विक्ट्री जो उसे मिली थी 1962 में मिली थी। यूपी, गुजरात, बिहार में भी कांग्रेस 4 डिकेड पहले अपना लास्ट इलेक्शन जीता था। और उड़ीसा में भी कांग्रेस 3 डिकेड से सरकार के बाहर है। देश के अधिकांश राज्यों में आज का कांग्रेस का एक भी मेंबर ऑफ पार्लियामेंट नहीं है। इसी समय इसी तरह त्रिपुरा और वेस्ट बंगाल में भी लेफ्ट पार्टियों का ही बोलबाला था, उन्हीं का वर्चस्व था। लेकिन एक बार जनता ने त्रिपुरा और बंगाल से लेफ्ट पॉलिटिकल पार्टीज को एग्जिट डोर दिखा दिया, तो फिर सत्ता में उनके लिए नो एंट्री भी हो गई। कारण साफ था, जो लोग जान गए थे कांग्रेस और लेफ्ट पार्टियां आम जनता के वेलफेयर के लिए कुछ नहीं कर सकती हैं। നിങ്ങളുടെ ഈ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടില് കോൺഗ്രസ് അവസാനമായിട്ട് ജയിച്ചത് 1962-ലാണ്. അതുപോലെ തന്നെ യു പിയിലും ഗുജറാത്തിലും അതുപോലെ തന്നെ ബീഹാറിലും കോൺഗ്രസ് 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ജയിച്ചത്. അതിനുശേഷം അവിടെ ജയിച്ചിട്ടില്ല. അനേകം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഒരു MP പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇന്ന് ഭാരതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ കാര്യം നോക്കുകയാണ് എങ്കിൽ ത്രിപുരയിലും വെസ്റ്റ് ബംഗാളിലും അവർ ഭരിച്ചുകൊണ്ടിരുന്നതാണ്. അവിടുത്തെ ജനങ്ങൾ അവരെ അവിടുന്ന് അധികാരത്തിൽ നിന്ന് പുറത്താക്കി. ഇന്ന് ആ സംസ്ഥാനങ്ങളിൽ അവർക്ക് കടന്നു ചെല്ലാൻ വയ്യാത്ത അവസ്ഥയാണെന്നുള്ളത്. ब्रदर्स एंड सिस्टर्स, लेफ्ट पार्टी और कांग्रेस एक दूसरे के इरटा हैं, एक दूसरे के इरटा हैं। और अब केरल में भी इनका गेम ओवर होने वाला है। कांग्रेस और लेफ्ट पॉलिटिकल पार्टी दोनों का देश विरोधी स्वरूप जनता के सामने आ गया है। जहां कांग्रेस पार्टी आज सर्जिकल और एयर स्ट्राइक का जनता से सबूत मांगती है, हमारे देश की सेना के जवानों पर उनका विश्वास नहीं है। അതുപോലെ തന്നെ ഈ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ LDF-കാരും ഇരട്ടകളാണ്. ഇരട്ട എന്നുള്ള മലയാളം വാക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതായത് ഇവിടുത്തെ ജനങ്ങൾ അവരുടെ കാപട്യത്തെ മനസ്സിലാക്കിയിരിക്കുന്നു. അവർ ഒരേ രീതിയിൽ തന്നെ അവർ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്കറിയാം. ഈ കോൺഗ്രസ് പാർട്ടിക്ക് जनങ്ങളിൽ വിശ്വാസമില്ലാത്ത അവസ്ഥയിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ब्रदर्स एंड सिस्टर्स, केरला की एक अपनी ग्रेट ट्रेडिशन है, केरला का एक अपना कल्चर है। और मैं जानता हूं केरला के सिटीजन्स बहुत ही प्रोग्रेसिव हैं, ये अच्छा सोचने वाले लोग हैं और ये दूर के सोचने वाले लोग केरल के हैं। जबकि कांग्रेस और LTF लास्ट सेंचुरी की पुरानी सोच से भी ज्यादा पुरानी सोच रखने वाली ये पॉलिटिकल पार्टी है। അതുപോലെ തന്നെ ഈ കേരളത്തിലെ ജനങ്ങൾ വളരെ സാംസ്കാരികമായിട്ട് മുന്നേറുന്നവരാണ്. അതുപോലെ തന്നെ പുരോഗതിയിലേക്ക് ആഗ്രഹിക്കുന്നവരാണ്, വളരെ മുന്നോട്ട് ചിന്തിക്കുന്നവരാണ്. പക്ഷേ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും നൂറ്റാണ്ടുകളുടെ പിന്നിലുള്ള ചിന്തയുമായിട്ട് വളരെ പിന്തിരിപ്പൻ ചിന്തകളുമായിട്ടാണ് അവർ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്.
और कांग्रेस पार्टी अभी तक 19th सेंचुरी की थिंकिंग के साथ चल रही है और एलडीएफ भी एक आउटडेटेड आइडियोलॉजी पर डिपेंडेंट है। जहां से कम्युनिज्म का ओरिजिन हुआ वहां से अब कम्युनिज्म समाप्त हो गया। दूसरी बात, इन दोनों पार्टियों का कल्चर भी केरला के ग्रेट कल्चर से मैच नहीं करता है। അതുപോലെ തന്നെ കോൺഗ്രസ്സുകാര് 19ാം നൂറ്റാണ്ടിലെ ചിന്താഗതി വെച്ചു പുലർത്തുന്നവരാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ചിന്താഗതി എന്ന് പറയുന്നത് കാലകരണപ്പെട്ടതാണ്. കേരളത്തിലെ ജനങ്ങളുടെ ആശയത്തിന്റെ അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കുന്നത്. അവരുടെ ആശയങ്ങൾ കാലകരണപ്പെട്ടതാണ്. അതിപ്രബുദ്ധമായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. यह ओबीसी के भी विरोधी हैं। जब ओबीसी कमीशन को कॉन्स्टिट्यूशनल स्टेटस देने की बात आई, हम लोगों ने फैसला किया, इन लोगों ने ओबीसी कमीशन को कॉन्स्टिट्यूशनल स्टेटस दिए जाने का भी विरोध किया था। ഒരു കാലഘട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പിന്നോക്ക കമ്മീഷൻ, ഒബിസി കമ്മീഷന് ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുള്ള അധികാരങ്ങൾ കൊടുത്ത അവസരത്തിൽ ഈ രണ്ട് മുന്നണികളും അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. ഭരണഘടനാ അധികാരങ്ങൾ ഒബിസി കമ്മീഷന് കൊടുക്കണ്ട എന്നാണ് അവർ പറഞ്ഞത്. बहनों भाइयों, पिछले 10 वर्षों में हमने देश के हर क्षेत्र में, सोसाइटी के हर सेक्शन के लिए जितना अधिक से अधिक कर सकते थे हम लोगों ने करने का काम किया है। आप जानते हैं, हम युद्ध के बीच फंसी हुई हमारी यहाँ की जो नर्स सिस्टर थी, उनको इराक से भारत लाने का काम यदि किसी ने किया है तो हमारे प्राइम मिनिस्टर मोदी ने किया। കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിൽ ഭാരതത്തിന് വേണ്ടി നരേന്ദ്രമോദി ചെയ്ത കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ അതിൽ കുടുങ്ങിപ്പോയ നേഴ്സുമാരെ ഈ ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന നരേന്ദ്രമോദിയുടെ കഴിവിനെ പറ്റി നമുക്കറിയാവുന്ന കാര്യമാണ്. ब्रदर्स एंड सिस्टर्स, आप जानते हैं पिछले 2 साल से रशिया और यूक्रेन के बीच वार चल रहा है। लेकिन जब रशिया और यूक्रेन का वार प्रारंभ हुआ था, उस समय बहुत सारे इंडिया के बच्चे इंजीनियरिंग का कोर्स कर रहे थे, मेडिकल का कोर्स कर रहे थे, मैनेजमेंट का कोर्स कर रहे थे। उनके फादर मदर, उनके गार्जियन जो इंडिया में रहते थे, उन्हें इस बात की चिंता हुई कि कहीं हमारे इन बच्चों की जान न चली जाए, क्योंकि दोनों तरफ से मिसाइल चल रहे थे। इसलिए एक डेलीगेशन, जिनके बच्चे यूक्रेन में पढ़ते थे, उनका डेलीगेशन उनके फादर मदर का प्राइम मिनिस्टर से मिला। प्राइम मिनिस्टर से उन्होंने रिक्वेस्ट की, साहब चाहे जैसे भी हो हमारे बच्चों को यूक्रेन से आप बाहर निकालिए, नहीं उनकी जिंदगी को खतरा बना हुआ है। मेरे बहनों भाइयों, प्राइम मिनिस्टर ने चटपट रशिया के प्रेसिडेंट मिस्टर पुतिन से बात की और यूक्रेन के प्रेसिडेंट मिस्टर जेलेंस्की से बात करी। 4.5 आवर्स के लिए रशिया यूक्रेन वार रुक गया और मोर देन 22,000 इंडियन स्टूडेंट भारत आ गए। यह है भारत की ताकत। അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 വർഷ കാലഘട്ടമായിട്ട് റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ കുട്ടികൾ എഞ്ചിനീയറിങ്ങിന് വേണ്ടി, മെഡിസിന് വേണ്ടി, മാനേജ്മെന്റ് സ്റ്റഡീസിന് വേണ്ടി അവിടെ പോയിരുന്നു. ധാരാളം കുട്ടികളുണ്ടായിരുന്നു. യുദ്ധമുണ്ടായ അവസരത്തിൽ അവരുടെ മാതാപിതാക്കൾക്ക് വളരെയധികം മനോവിഷമമുണ്ടായി. കാരണം തങ്ങളുടെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അവർ ഭയപ്പെട്ടു. അവരുടെ ഒരു ഡെലിഗേഷൻ പ്രധാനമന്ത്രിയെ പോയി കണ്ടു. പ്രധാനമന്ത്രിയോട് പറഞ്ഞു, പ്രിയമുള്ള പ്രധാനമന്ത്രി, ഏതെങ്കിലും രീതിയിൽ ഞങ്ങളുടെ കുട്ടികളെ രക്ഷിക്കണം. കാരണം അവരുടെ ജീവന് കുഴപ്പമുണ്ടാകരുതെന്ന് പറഞ്ഞു. നരേന്ദ്രമോദിജി റഷ്യൻ പ്രസിഡന്റ് പുടിനോടും അതുപോലെ തന്നെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോടും സംസാരിച്ചു. 4.5 മണിക്കൂർ സമയം യുദ്ധം നിർത്തിവെച്ചു. നിങ്ങൾക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈല് പൊയ്ക്കൊണ്ടിരുന്നതാണ്, വെടിവയ്പ് നടന്നുകൊണ്ടിരുന്നതാണ്. 4.5 മണിക്കൂർ യുദ്ധം നിർത്തിവെച്ചിട്ട് ഭാരതത്തിന്റെ 20,000 കുട്ടികളെ ഈ ഭാരതത്തിലേക്ക് കൊണ്ടുവരുവാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുകയുണ്ടായി. बहनों भाइयों, हमारी मोदी गवर्नमेंट पर फास्ट एलिगेशंस लगाते हुए यहां की गवर्नमेंट सुप्रीम कोर्ट गई थी। सुप्रीम कोर्ट ने इनको फटकारा और कहा
कि केरल की फाइनेंशियल क्राइसिस के लिए यदि कोई रेस्पॉन्सिबल है तो वहां की गवर्नमेंट रेस्पॉन्सिबल है, सेंट्रल गवर्नमेंट रेस्पॉन्सिबल नहीं है। അതുപോലെ തന്നെ ഇവിടുത്തെ സർക്കാർ സാമ്പത്തിക വിഷയത്തിന്റെ പേരിൽ സുപ്രീം കോടതിയിൽ പോവുകയുണ്ടായി. സുപ്രീം കോടതി പറഞ്ഞു, കേരളത്തിന് എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്, കേന്ദ്ര സർക്കാരിനല്ല എന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായി. बहनों भाइयों, यदि यहां पर केरल में कांग्रेस और लेफ्ट अभी एक मजबूत नहीं हो सकते, क्योंकि इनके रहने पर यहां का डिस्ट्रक्शन होने वाला है, इसलिए हम आपसे अपील करने आए हैं, कम से कम हमको ताकत दीजिए और इतनी ताकत दीजिए कम से कम इन्हें चेक कर सकें हम, और अगली बार यहां पर भी हम बीजेपी की गवर्नमेंट बना सकें और यहां के जनता के वेलफेयर के लिए हम बहुत सारे काम कर सकें। സുഹൃത്തുക്കളെ, ഇവിടെ കോൺഗ്രസും അതുപോലെ തന്നെ LDFും അവരുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് ശക്തി നൽകൂ. ഈ കേരളത്തിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ സർക്കാർ വരത്തക്ക രീതിയിലുള്ള ശക്തി നൽകണം. ഇവിടുത്തെ ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സർക്കാർ നിലവിൽ വരാൻ വേണ്ടി നിങ്ങൾ സഹായിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. आज पॉलिटिकल एनालिस्ट यह कह रहे हैं इस बार केरल के चुनाव में डबल डिजिट के साथ बीजेपी ग्रैंड ओपनिंग कर सकती है, यह उनका विश्वास है। അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകരെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പില് കേരളത്തില് രണ്ടക്കത്തില് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗ്രാൻഡ് ഓപ്പണിംഗ് നടക്കുമെന്നുള്ള കാര്യത്തിൽ മഹത്തായിട്ടുള്ള മുന്നേറ്റമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എന്നാണ് പറയുന്നത്. और आपने हमको डबल डिजिट में विक्ट्री इस बार पार्लियामेंट के चुनाव में दे दी, तो आपको यकीन दिलाना चाहता हूं कि भारतीय जनता पार्टी की गवर्नमेंट LDF और UDF के विशियस साइकिल से हम केरला को निश्चित रूप से बाहर निकालेंगे और केरला का डेवलपमेंट हम तेजी के साथ करेंगे. അതുപോലെ ഈ തെരഞ്ഞെടുപ്പില് ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾക്ക് ഉറപ്പ് തരുവാൻ ആഗ്രഹിക്കുകയാണ്. LDFന്റെയും അതുപോലെ തന്നെ ഈ UDFന്റെയും കാപട്യ രാഷ്ട്രീയത്തിനെ തുറന്നു കാണിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ വേണ്ടി ശ്രമിക്കുമെന്നുള്ള കാര്യം ഞങ്ങൾ പറയുകയാണ്, അതിനുവേണ്ടി ഉറപ്പ് നൽകുകയാണ്. इसलिए मैं आप लोगों से अपील करने आया हूं कि अनिल एंटनी के फेवर में आप अपना कमल का फूल लोटस, इसके फेवर में आप वोट कास्ट करें और अनिल एंटनी को जिताकर आप एज ए मेंबर ऑफ पार्लियामेंट में भेजें, यह मैं आपसे अपील करना चाहता हूं, क्योंकि आपने देखा बीजेपी ज्वाइन करते ही अनिल एंटनी को भारतीय जनता पार्टी ने बहुत सम्मान दिया है, क्योंकि यह देखा है कि अनिल एंटनी हाईली एजुकेटेड और एक डायनेमिक लीडर है, और केरल का नहीं कभी यह इंडिया का भी फ्यूचर हमारा अनिल एंटनी बन सकता है. അതുപോലെ തന്നെ ഇവിടെ വരാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാനിവിടെ വന്നത് അനിൽ ആന്റണിയെ താമര ചിഹ്നത്തില് ഞങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്കറിയാം, അനിൽ ആന്റണി BJPയിൽ ചേർന്നപ്പോൾ മുതൽ അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടി വളരെയധികം ബഹുമാനത്തോടു കൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. വളരെ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ഊർജ്ജസ്വലനായിട്ടുള്ള നേതാവാണ്. തീർച്ചയായിട്ട് അദ്ദേഹത്തിന് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ ഉന്നതമായിട്ടുള്ള തലങ്ങളിലേക്ക് എത്തുവാനും അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ പങ്കുവെക്കുന്നത്. ब्रदर्स एंड सिस्टर्स, यदि अनिल एंटनी यहां से जीतकर पार्लियामेंट जाते हैं तो मैं आपको एश्योर करना चाहता हूं, इस कॉन्स्टिट्यूएंसी की पब्लिक का वेलकम करने के लिए मैं दोबारा आऊंगा और आप सभी लोगों का मैं स्वागत करूंगा, आप सभी का मैं अभिनंदन करूंगा. आप सबको बहुत बहुत धन्यवाद. അനിൽ ആന്റണി ഇവിടെ വന്ന് ജയിക്കുകയാണെങ്കിൽ, നിങ്ങൾ അദ്ദേഹത്തെ പാർലമെന്റിൽ വിടുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൊടുക്കുന്ന സ്വീകരണത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വരുമെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ്. എല്ലാവർക്കും നമസ്കാരം.
നമ്മുടെ ഈ യോഗത്തിന് കൃതജ്ഞത പറയുന്നതിനായിട്ട് BJPയുടെ നാഷണൽ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ഡി രാമനാഥ് സാർ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ സൂരജ്, പ്രിയങ്കരനായ രാജനാഥ് സിംഗ് ജി, പ്രിയപ്പെട്ടവരെ, യോഗം അവസാനിക്കുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും, യോഗം വിജയിപ്പിക്കുന്നതിന് വേണ്ടി വന്നെത്തിയ മുഴുവൻ സഹപ്രവർത്തകർക്കും, ഈ യോഗം ഭംഗിയാക്കിയ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും, എല്ലാ മാധ്യമ പ്രവർത്തകർക്കും, യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. വന്ദേ മാതരം.